ഹായ് സ്റ്റുഡൻസ്, ഇപ്പോൾ നമ്മളിന്ന് ഇലക്ട്രിസിറ്റി എന്നുള്ള ചാപ്റ്ററിൻ്റെ മൂന്നാമത്തെ സെക്ഷനിലാണ്. അപ്പോൾ ആദ്യത്തെ 2 ക്ലാസ്സുകളിൽ നമ്മൾ ഇലക്ട്രിക് സർക്യൂട്ട് എന്താണെന്ന് പഠിച്ചു, ഇലക്ട്രിക് കറണ്ട് എന്താണെന്ന് ഡിസ്കസ് ചെയ്തു, അതുപോലെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്താണ്, ഇത്രയും കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ ഓംസ് ലോയെ പറ്റി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് ജസ്റ്റ് ഒന്ന് സമ്മറൈസ് ചെയ്ത് നോക്കാം. അത് ഇപ്പോൾ നമ്മൾ ലാസ്റ്റ് പഠിച്ചത് ഓംസ് ലോ ആയിരുന്നു അല്ലേ. ഓക്കെ, അപ്പോൾ എന്താണ് ഓംസ് ലോ എന്ന് പറഞ്ഞാൽ? ഒരു കണ്ടക്ടറിനകത്തൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ടും ആ കണ്ടക്ടറിൻ്റെ 2 എൻഡ്സിനിടയ്ക്ക് ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസ് തമ്മിലുള്ള റിലേഷനാണ് നമ്മൾ ഓംസ് ലോ വെച്ച് ഡിഫൈൻ ചെയ്യുന്നത്. അപ്പോൾ ഓംസ് ലോ പറയുന്നതാണ്, ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആക്കി വെച്ച് കഴിഞ്ഞാൽ ഒരു കണ്ടക്ടറിൻ്റെ 2 എൻഡ്സിനിടയ്ക്കുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസിൻ്റെ വാല്യൂ ഫ്ലോ ചെയ്യുന്ന കറണ്ടിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. ശരിയല്ലേ? ദി പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ ദി 2 ends ഓഫ് എ കണ്ടക്ടർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി കറണ്ട് ഫ്ലോയിങ് ത്രൂ ദി കണ്ടക്ടർ വെൻ ദി ടെമ്പറേച്ചർ റിമെയിൻസ് കോൺസ്റ്റൻറ്റ്. അപ്പോൾ ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആക്കി വെക്കണം. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആക്കി വെച്ച് കഴിഞ്ഞാൽ മാത്രമേ ഈ ഒരു കണ്ടീഷൻസ് പോസിബിൾ ആവും. അല്ലാത്ത കേസിൽ ഈ കണ്ടീഷൻസിന് വേരിയേഷൻ വരാം. അപ്പോൾ ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആണെങ്കിൽ V പ്രപ്പോർഷണൽ I ആണ്. ഒരു കണ്ടക്ടറിൻ്റെ 2 എൻഡ്സിനിടയ്ക്കുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസിൻ്റെ വാല്യൂ സപ്പോസ് V ആണെന്ന് വിചാരിക്കുക. എഗെയിൻ ആ കണ്ടക്ടറിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ടിൻ്റെ വാല്യൂ I ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ V പ്രപ്പോർഷണൽ ടു I ആയിരിക്കും. V പ്രപ്പോർഷണൽ I ആയിരിക്കും. ഇനി പ്രപ്പോർഷണാലിറ്റി മാറ്റാൻ വേണ്ടി നമ്മൾ കോൺസ്റ്റൻ്റോട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. സോ V ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റൻറ്റ് ഇൻറ്റു I. ആ കോൺസ്റ്റൻറ്റ് പറയുന്ന പേരെന്താ? റെസിസ്റ്റൻസ് ഓഫ് ദി കണ്ടക്ടർ എന്ന് പറയും. ദിസ് കോൺസ്റ്റൻറ്റ് ഈസ് കാൾഡ് റെസിസ്റ്റൻസ് ഓഫ് ദി കണ്ടക്ടർ. ആ കോൺസ്റ്റൻറ്റിന് റെസിസ്റ്റൻസ് എന്ന് പറയുന്നു. റെസിസ്റ്റൻസ് ഓഫ് ദി കണ്ടക്ടർ. ആ റെസിസ്റ്റൻസിനെ നമ്മൾ ക്യാപിറ്റൽ ആണെന്നുള്ള സിമ്പിൾ വെച്ച് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ആ റെസിസ്റ്റൻസ് മെഷർ ചെയ്യുന്ന യൂണിറ്റ് SI യൂണിറ്റ് ഓം ആണ്. SI യൂണിറ്റ് ഓഫ് റെസിസ്റ്റൻസ് ഈസ് ഓം. ഓം എൻ്റെ സിമ്പിൾ ഇങ്ങനെ എഴുതാം കേട്ടോ. അത് ആക്ച്വലി ഒമേഗ എന്നാണ് വായിക്കുക. ഓം. V ഈക്വൾ RI. അപ്പോൾ ഇവിടെ നിന്ന് റെസിസ്റ്റൻസ് R ഈസ് ഈക്വൾ ടു V ഡിവൈഡ് ബൈ I എന്ന് എഴുതാം. റെസിസ്റ്റൻസ് R ഈസ് ഈക്വൾ ടു V ഡിവൈഡ് ബൈ I. ഓക്കെ അല്ലേ? അപ്പോൾ ഈ റെസിസ്റ്റൻസ് ഒരു മെറ്റീരിയലിൻ്റെ പ്രോപ്പർട്ടിയാണ്. അപ്പോൾ ഈ മെറ്റീരിയലിൻ്റെ ഡയമെൻഷൻസ് മാറിക്കഴിഞ്ഞാലും ടെമ്പറേച്ചർ മാറിക്കഴിഞ്ഞാലും എല്ലാം ആർക്ക് ചേഞ്ച് വരും? റെസിസ്റ്റൻസിന് ചേഞ്ച് വരും. അപ്പോൾ ആക്ച്വലി റെസിസ്റ്റൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് it is opposition offered by the conductor for the flow of electric current through it. ഒരു കണ്ടക്ടർ അതിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ടിന് കൊടുക്കുന്ന ഒപ്പോസിഷനാണ് എന്ത് പറയുന്നത്? നമ്മൾ ആക്ച്വലി റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ജസ്റ്റ് എഴുതാമത് റെസിസ്റ്റൻസ്. ഇറ്റ് ഈസ് ദി ഒപ്പോസിഷൻ offered by the conductor for the flow of electric current through it. It is the opposition offered by the conductor for the flow of electric current through it. ഒരു കണ്ടക്ടറിനകത്തൂടെ എങ്ങനെ കറണ്ട് ഫ്ലോ ചെയ്യുന്നത്? അവിടെ ഇലക്ട്രോൺസിൻ്റെ ഫ്ലോ ആണുള്ളത് അല്ലേ. ഇലക്ട്രോൺസ് ഫ്ലോ ചെയ്യുന്നു. ആ ഇലക്ട്രോൺസിൻ്റെ ഫ്ലോയെ ആ കണ്ടക്ടർ ഒപ്പോസ് ചെയ്യും. ആ കൊടുക്കുന്ന ഒപ്പോസിഷനാണ് എന്ന് പറയുന്നത് നമ്മൾ ആക്ച്വലി റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് കേട്ടോ. ഒപ്പോസിഷൻ ഓഫേർഡ് ബൈ ദി കണ്ടക്ടർ ഫോർ ദി ഫ്ലോ ഓഫ് ഇലക്ട്രിക് കറണ്ട് ത്രൂ ഇറ്റ് ഈസ് കാൾഡ് റെസിസ്റ്റൻസ്. ഈ ക്വാണ്ടിറ്റിയെ റെസിസ്റ്റൻസ് എന്ന് പറയും. റെസിസ്റ്റൻസ്. ഇതാണ് റെസിസ്റ്റൻസ്. ക്ലിയർ അല്ലേ? അപ്പോൾ ഇക്വേഷൻ എന്താ? R ഈസ് ഈക്വൽ ടു V ഡിവൈഡ് ബൈ I. V എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ ഡിഫറൻസും I എന്ന് പറയുന്ന കറണ്ടും ആണെങ്കിൽ R ഈസ് ഈക്വൽ ടു V ഡിവൈഡ് ബൈ I ആണ്. ഓക്കെ അല്ലേ? ഓക്കെ, ഇനി ഇത് പ്രൂവ് ചെയ്യാനുള്ള എക്സ്പെരിമെൻറ്റ് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലേ. ഈ എക്സ്പെരിമെൻറ്റ് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞാണല്ലേ. ഇതിനകത്ത് ഒരു അമ്മീറ്ററും ഒരു വോൾട്ട് മീറ്ററും ഒരു റെസിസ്റ്റൻസ് കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. റെസിസ്റ്റൻസ് വയർ ഒരു നിക്രോമിൻ്റെ വയറാണ്. നിക്രോ എന്ന് പറഞ്ഞാൽ ഒരു അലോയ് ആയിരിക്കും. അത് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞാണ്. എങ്ങനെയോട് 4 സെല്ലുകൾ വെച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് എന്താ? ആദ്യം ഇതിനകത്ത് ഒരു സെല്ല് മാത്രം സർക്യൂട്ടിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ മാത്രം കണക്റ്റ് ആക്കുന്നു. അതിന് കറസ്പോണ്ടിങ് ആയി വോൾട്ട് മീറ്റർ റീഡിങ് അമ്മീറ്റർ റീഡിങ് എടുക്കുന്നു. അപ്പോൾ ഇത് ടാബുലേറ്റ് ചെയ്യണം. ഒരു കോളത്തിൽ വോൾട്ട് മീറ്റർ റീഡിങ് എഴുതുന്നു, അടുത്ത കോളത്തിൽ അമ്മീറ്റർ റീഡിങ് എഴുതുന്നു. ഇനി അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യുന്നത് എഗെയിൻ ഇവിടെ ക്ലോസ് ചെയ്യുന്നു. ഇപ്പോൾ 2 സെല്ല് സർക്യൂട്ടിൽ വന്നു അല്ലേ. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന വോൾട്ട് മീറ്റർ റീഡിങ് അമ്മീറ്റർ റീഡിങ് എടുക്കുന്നു. എഗെയിൻ ഇതുപോലെ ഇനി 3 സെല്ല് സർക്യൂട്ട് ഇങ്ങനെ കണക്ട് ചെയ്യുന്നു. 3 സെല്ല് സർക്യൂട്ട് കണക്ട് ചെയ്യുന്നു.
അതിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന വോൾട്ട്മീറ്റർ റീഡിങ്ങും അമ്മീറ്റർ റീഡിങ്ങും എടുക്കുന്നു. എഗെയിൻ നാലാമത്തെ സെല്ലും സർക്യൂട്ട് കണക്ട് ചെയ്യുന്നു. എഗെയിൻ കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന വോൾട്ട്മീറ്റർ റീഡിങ്ങും അമ്മീറ്റർ റീഡിങ്ങും എടുക്കുന്നു. അപ്പോൾ നമുക്ക് മനസ്സിലാക്കി, എന്നിട്ട് അപ്പോൾ നമുക്ക് കോളത്തിനകത്ത് ഇപ്പോൾ വി ഉണ്ട് ഐ ഉണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയത് ആ V/I എന്ന് പറയുന്ന റേഷ്യോ നമുക്ക് എപ്പോഴും കോൺസ്റ്റൻറ്റ് കിട്ടി. ദാറ്റ് V/I ഈസ് എ കോൺസ്റ്റൻറ്റ്. ദാറ്റ് കോൺസ്റ്റൻറ്റ് ഈസ് കാൾഡ് റെസിസ്റ്റൻസ് ഓഫ് ദി കണ്ടക്ടർ. നമ്മളിങ്ങനെ അത് വെരിഫൈ ചെയ്ത് ഓക്കെ അല്ലേ. ഓക്കെ, ഇനി ഈ വിയും ഐയും നമ്മൾ ഗ്രാഫ് വരച്ച് കഴിഞ്ഞാൽ ആ ഗ്രാഫ് സ്ട്രേറ്റ് ലൈൻ ആയിട്ട് കേട്ടോ. ഞാനടുത്ത ഗ്രാഫിനകത്ത് എക്സ് ആക്സിൽ കറണ്ടും വൈ ആക്സിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ ഗ്രാഫ് വരയ്ക്കുമ്പോൾ ആ ഗ്രാഫ് കിട്ടുന്ന ഗ്രാഫ് ഗ്രാഫ് സ്ട്രേറ്റ് ലൈൻ ഗ്രാഫ് കിട്ടുന്നത് അല്ലെ, ഗ്രാഫ് ഈ ഷേപ്പല്ലേ വന്ന്. എക്സ് ആക്സിൽ കറണ്ടും വൈ ആക്സിൽ വോൾട്ട് എടുത്ത് ഗ്രാഫ് വരച്ചു. ഇപ്പോൾ ഗ്രാഫ് ഈ ഷേപ്പിലാണ് കിട്ടുന്നത്. ഗ്രാഫ് ഒരു സ്ട്രേറ്റ് ലൈൻ ഗ്രാഫ് കിട്ടിയത് അല്ലേ. അപ്പോൾ അതിനർത്ഥം V പ്രപ്പോർഷണൽ ടു I ആണ്. ഇനി ഗ്രാഫിൻ്റെ സ്ലോപ്പ് നമ്മൾ കണ്ടുപിടിക്കാൻ വിചാരിക്കുക. സ്ലോപ്പ് എന്ന് ഈ ആംഗിൾ എടുത്താൽ മതി. ഈ സ്ലോപ്പ് എടുത്തു കഴിഞ്ഞാൽ ആ സ്ലോപ്പ് തരുന്ന ആരുടെ വാല്യൂ ആയിരിക്കും? റെസിസ്റ്റൻസിൻ്റെ വാല്യൂ ആയിരിക്കും കേട്ടോ. ഈ ഗ്രാഫിൻ്റെ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ സ്ലോപ്പ് ഈസ് ഈക്വൽ ടു V/I ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു റെസിസ്റ്റൻസ് ആയിരിക്കും. റെസിസ്റ്റൻസ് ക്ലിയർ അല്ലേ? ഇപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വയ്ക്കുക കേട്ടോ. ഒരു VI ഗ്രാഫിൻ്റെ സ്ലോപ്പ് എടുത്തു കഴിഞ്ഞാൽ ആരുടെ വാല്യൂ കിട്ടും? റെസിസ്റ്റൻസിൻ്റെ വാല്യൂ കിട്ടും. ഇനി ഇക്വേഷൻസ് ഒന്ന് ഓർത്ത് വയ്ക്കുക. V/R നോക്കൂ. V ഈസ് ഈക്വൽ ടു I ഇൻറ്റു R, I ഈക്വൽ ടു V/R, R ഈക്വൽ ടു V/I. ആ ഓർഡറിൽ ഓർത്ത് വെച്ചാൽ മതി. V ഈക്വൽ ടു I ഇൻറ്റു R, I ഈസ് ഈക്വൽ ടു V/R, R ഈസ് ഈക്വൽ ടു V/I ആയിരിക്കും. അപ്പോൾ 3 കണ്ടീഷൻസ് ഓർത്ത് വയ്ക്കുക കേട്ടോ. ഓക്കെ അല്ലേ? ഇനി നമ്മൾ ജസ്റ്റ് ഒരു എക്സ്പെരിമെൻറ്റ് കണ്ടക്ട് ചെയ്തല്ലേ. ഒരു എക്സ്പെരിമെൻറ്റ്, അതിനകത്ത് ഒരു അമ്മീറ്റർ ഉണ്ട്, ഒരു ബാറ്ററി കണക്ട് ചെയ്തിട്ടുണ്ട്, ഒരു കീ യൂസ് ചെയ്തിട്ടുണ്ട്. ഒരു കീ യൂസ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു ഗ്യാപ്പ് എക്സിന് വൈക്ക് ഇടയ്ക്ക് ഗ്യാപ്പ് ലീവ് ചെയ്തിട്ടുണ്ട്. ആ ഗ്യാപ്പിലേക്ക് കണക്ട് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ 3 മെറ്റീരിയൽസ് എടുത്തിട്ടുണ്ട്. ഒന്നൊരു നിക്രോം വയർ യൂസ് ചെയ്യുന്നു, രണ്ടാമത്തത് ഒരു 10 വാട്ട് ബൾബ് യൂസ് ചെയ്യുന്നു, മൂന്നാമത് ടോർച്ച് ബൾബ് യൂസ് ചെയ്യുന്നു. അപ്പോൾ ഒരു നിക്രോം വയർ, ഒരു 10 വാട്ട് ബൾബ്, എഗൈൻ ടോർച്ച് ബൾബ്. ഇപ്പോൾ ഈ 3 കാര്യങ്ങളാണ് ഈ എക്സ്പെരിമെൻറ്റ് നടത്താൻ വേണ്ടി നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്നത്. എഗൈൻ ഇവിടെ ഞാൻ സർക്യൂട്ടോട് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. സിമ്പിൾ സർക്യൂട്ടാണ് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. സർക്യൂട്ടിനകത്തൊരു ബാറ്ററി ഉണ്ട്, ഒരു അമ്മീറ്റർ ഉണ്ട്, ഒരു കീ യൂസ് ചെയ്തിട്ടുണ്ട്. കീ എന്ന് പറഞ്ഞാൽ സ്വിച്ചും കീയൊക്കെ സെയിം തന്നെയാണ്. അല്ല, സർക്യൂട്ടിനെ മേക്ക് ചെയ്യാനോ ബ്രേക്ക് ചെയ്യാനോ വേണ്ടിയാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? സ്വിച്ച് അല്ലെങ്കിൽ കീ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇവിടെ ഗ്യാപ്പുണ്ട്. നമ്മൾ ആദ്യം ചെയ്യുന്നത് ആ നിക്രോം വയറിനെ ഈ ഗ്യാപ്പിലേക്ക് കണക്ട് ചെയ്യും. ഈ നിക്രോം വയർ നേരെ ഗ്യാപ്പ് കൊണ്ട് കണക്ട് ചെയ്യും. അപ്പോൾ നിക്രോം വയറിനെ ആദ്യമേ ഈ ഗ്യാപ്പിലേക്ക് കണക്ട് ചെയ്യാൻ പോകുന്നു. ഇപ്പോൾ ഇതാണ് നിക്രോം വയർ എന്ന് വിചാരിക്കുക. നേരെ കണക്ട് ചെയ്യുന്നു. അപ്പോൾ സർക്യൂട്ട് കംപ്ലീറ്റ് ആയില്ലേ. അതിന് ശേഷം നമ്മൾ നേരെ കീ ക്ലോസ് ചെയ്യുന്നു. ഈ അമ്മീറ്റർ റീഡിംഗ് എടുക്കുന്നു. അപ്പോൾ സർക്യൂട്ടിലുള്ള എത്ര കറണ്ടാണ് ഫ്ലോ ചെയ്യുന്നത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നിക്രോം വയർ വെക്കുന്ന സമയത്ത് നമ്മൾ കറണ്ട് റീഡിംഗ് എടുക്കുന്നു. അതിനുശേഷം നമ്മൾ ചെയ്യുന്നത് ആ നിക്രോം വയർ അവിടെ നിന്ന് എടുത്തു മാറ്റുന്നു. അതിനുശേഷം ഈ 10 വാട്ടിൻ്റെ ബൾബ് അവിടെ കണക്ട് ചെയ്യാൻ പോവാണ്. ഈ ബൾബ് നേരെ കൊണ്ടുവന്ന് കണക്ട് ചെയ്യുന്നു. അപ്പോൾ 10 വാട്ട് ബൾബിനെ ആ ഗ്യാപ്പിൽ കൊണ്ടുവന്ന് കണക്ട് ചെയ്യാൻ പോവാണ്. എഗെയിൻ ഇപ്പോൾ 10 വാട്ടിൻ്റെ ബൾബാണ്. എഗെയിൻ വീണ്ടും ഈ കീ ക്ലോസ് ചെയ്യുന്നു. എഗെയിൻ അമ്മീറ്റർ റീഡിംഗ് എടുക്കുന്നു. അപ്പോൾ 10 വാട്ട് ബൾബ് കണക്ട് ചെയ്തപ്പോൾ കിട്ടിയ കറണ്ടിൻ്റെ വാല്യൂ നമുക്ക് അമ്മീറ്ററിൽ കാണാൻ പറ്റും. അതിനുശേഷം നമ്മൾ 10 വാട്ട് ബൾബ് അവിടെ നിന്ന് റിമൂവ് ചെയ്യുന്നു. അതിനുശേഷം ആ ടോർച്ച് ബൾബ് ഇവിടെ കൊണ്ടുവന്ന് കണക്ട് ചെയ്യുന്നു. ഈ ടോർച്ച് ബൾബ് ഇവിടെ കൊണ്ടുവന്ന് കണക്ട് ചെയ്യുന്നു. ഇപ്പോൾ 10 വാട്ട് ബൾബ് മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ പകരം ആ ടോർച്ച് ബൾബ് കണക്ട് ചെയ്തിരിക്കുന്നത്. എഗെയിൻ വീണ്ടും അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള അമ്മീറ്റർ റീഡിംഗ് നമ്മൾ എടുക്കുന്നു. അപ്പോൾ നമ്മളിപ്പോൾ 3 തവണ അമ്മീറ്റർ റീഡിംഗ് എടുത്തു കഴിഞ്ഞു അല്ലേ. ഒരു അമ്മീറ്റർ എന്തിനാണ് സർക്യൂട്ടിൽ യൂസ് ചെയ്യുന്നത്? ടു മെഷർ ദി കറണ്ട്. അപ്പോൾ നമ്മൾ ആക്ച്വലി ചെയ്തത് എന്താ? ഈ 3 കേസിലും ആ സർക്യൂട്ടിലൂടെ എത്ര കറണ്ടാണ് ഫ്ലോ ചെയ്തത് ആ കാര്യം നമ്മളിപ്പോൾ മെഷർ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ആദ്യം നിക്രോം വയർ ആ ഗ്യാപ്പിൽ കണക്ട് ചെയ്യുന്നു. ആ സമയത്ത് സർക്യൂട്ടിലൂടെ എത്ര കറണ്ടാണ് പോയതെന്നുള്ള കാര്യം ആ അമ്മീറ്റർ റീഡിംഗ് നോക്കി നമ്മൾ നോട്ട് ചെയ്ത് വയ്ക്കുന്നു. അതിനുശേഷം നിക്രോം വയർ മാറ്റിയതിന് ശേഷം ഒരു 10 വാട്ട് ബൾബിനെ എക്സിനും വൈക്കും ഇടയ്ക്കുള്ള ഗ്യാപ്പിൽ കണക്ട് ചെയ്യുന്നു. എഗെയിൻ ആ സർക്യൂട്ടിലൂടെ ഇപ്പോൾ എത്ര കറണ്ടാണ് ഫ്ലോ ചെയ്തത്
ആ കാര്യം വീണ്ടും നമ്മൾ അമ്മീറ്റർ നോക്കി റീഡ് ചെയ്യുന്നു. അതിനുശേഷം ആ 10 വാട്ട് ബൾബ് അവിടെ നിന്ന് എടുത്ത് മാറ്റുന്നു, ഒരു ടോർച്ച് ബൾബ് കണക്ട് ചെയ്യുന്നു. അഗൈൻ വീണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നു, ആ ടോർച്ച് ബൾബ് കണക്ട് ചെയ്തപ്പോൾ ഈ സർക്യൂട്ടിലൂടെ എത്ര കറണ്ടാണ് ഫ്ലോ ചെയ്തതെന്ന് മെഷർ ചെയ്യുന്നു. അത് മീറ്റർ റീഡിങ് നോക്കിയാൽ മതി. അപ്പോൾ 3 റീഡിങ് കിട്ടിയില്ലേ? നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയ കാര്യം ഈ 3 റീഡിങ് ഡിഫറൻ്റ് ആയിരുന്നു. ആ നിക്രോം വെയർ വെച്ച സമയത്തിൽ അതേ റീഡിംഗ് അല്ല ആ 10 വാട്ട് ബൾബ് വെച്ചപ്പോൾ കിട്ടിയത്. എഗെയിൻ ആ റീഡിംഗ് ആയിരുന്നില്ല ആ ടോർച്ച് ബൾബ് വെച്ചപ്പോൾ കിട്ടിയത്. അപ്പോൾ 3 കമ്പൗണ്ട്സ് വെക്കുമ്പോഴും 3 ഡിഫറെൻറ്റ് രീതിയിലുള്ള റീഡിങ്സാണ് കിട്ടുന്നത്. ചില റീഡിങ്സിൽ കറണ്ട് കൂടുതലായിരുന്നു, ചില റീഡിങ്സിൽ കറണ്ട് കുറവായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റി എല്ലാ മെറ്റീരിയൽസും ഇലക്ട്രിക് കറണ്ടിനെ ഒരേപോലെയല്ല ഒപ്പോസ് ചെയ്യുന്നത്, അവർ ഡിഫറൻ്റ് ആയ രീതിയിലാണ് ഒപ്പോസ് ചെയ്യുന്നത്. അങ്ങനെ കൊടുക്കുന്ന ഒപ്പോസിഷനെ നമ്മൾ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. സോ ഓരോ മെറ്റീരിയൽസിൻ്റെയും റെസിസ്റ്റൻസ് എങ്ങനെയാണ്? റെസിസ്റ്റൻസ് ഡിഫറൻ്റ് ആയിരുന്നു. നമുക്കൊന്ന് കൺക്ലൂഡ് ചെയ്യാൻ പറ്റിയ എന്തായിരുന്നു? ഓരോ മെറ്റീരിയൽസിൻ്റെയും റെസിസ്റ്റൻസ് ഡിഫറൻ്റ് ആയിരുന്നു. അതുകൊണ്ടാണ് സർക്യൂട്ടിലൂടെ ഡിഫറൻറ്റ് എമൗണ്ട് ഓഫ് കറണ്ട് നമുക്ക് കാണാൻ പറ്റിയത്. സപ്പോസ് ഈ 3 കേസിലും ആ അമ്മീറ്റർ സെയിം റീഡിംഗ് ആണ് കാണിക്കുന്നതെങ്കിലോ നമുക്ക് എന്താ കൺക്ലൂഡ് ചെയ്യാൻ പറ്റുക? ആ 3 കേസിലും അമ്മീറ്റർ സെയിം റീഡിംഗ് ആണ് കാണിക്കുന്നതെങ്കിൽ നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റും ആ 3 പേരും കൊടുക്കുന്ന റെസിസ്റ്റൻസിൻ്റെ വാല്യൂ സെയിം ആണെന്ന് മനസ്സിലാക്കാൻ പറ്റും. എന്നാൽ ഇവിടെ 3 കേസിലും ഡിഫറൻ്റ് ആയിട്ടുള്ള 3 റീഡിങ്സാണ് അമ്മീറ്റർ കാണിച്ചത്. അതായത് ഡിഫറൻ്റ് ആയിട്ടുള്ള 3 കറണ്ടാണ് അമ്മീറ്റർ കാണിച്ചത്. അതിന് മീനിങ് എന്തായിരുന്നു? ആ 3 പേരും ഡിഫറെൻറ്റ് എമൗണ്ട് ഓഫ് റെസിസ്റ്റൻസ് ആണ് കറണ്ടിന് ഓഫർ ചെയ്യുന്നത്. അപ്പോൾ 3 പേരുടെയും റെസിസ്റ്റൻസ് വാല്യൂവിന് വ്യത്യാസമുണ്ട്. ആരെ കണക്ട് ചെയ്യുമ്പോഴാണോ സർക്യൂട്ടിൽ കൂടുതൽ കറണ്ട് ഫ്ലോ ചെയ്ത് അയാൾക്ക് റെസിസ്റ്റൻസ് ഏറ്റവും കുറവായിരിക്കും. ഇനി ആരെ കണക്ട് ചെയ്തപ്പോഴാണോ സർക്യൂട്ടിൽ ഏറ്റവും കുറവ് കറണ്ട് ഫ്ലോ ചെയ്ത് അയാൾക്ക് റെസിസ്റ്റൻസിൻ്റെ വാല്യൂ ഏറ്റവും കൂടുതലായിരിക്കും. അപ്പോൾ റെസിസ്റ്റൻസ് കൂടിയ ഒരാളെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ സർക്യൂട്ടിൽ ഫ്ലോ ചെയ്യുന്ന കറണ്ടിൻ്റെ വാല്യൂ കുറയും. റെസിസ്റ്റൻസ് ഏറ്റവും കുറഞ്ഞ ആളെ കണക്ട് ചെയ്ത് കഴിഞ്ഞാലോ സർക്യൂട്ടിൽ ഫ്ലോ ചെയ്യുന്ന കറണ്ടിൻ്റെ വാല്യൂ ഇൻക്രീസ് ആയിരിക്കും. ഇപ്പോൾ ലാർജ് കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ കണക്ട് ചെയ്ത ആളെ റെസിസ്റ്റൻസ് കുറവായിരിക്കും. ഒരു സ്മോൾ കറണ്ടാണ് ഫ്ലോ ചെയ്യുന്നതെങ്കിലോ കണക്ട് ചെയ്തുള്ള റെസിസ്റ്റൻസിൻ്റെ വാല്യൂ എന്തായിരിക്കും? കൂടുതലായിരിക്കും. ഓക്കെ അല്ലേ? ഇത് ക്ലിയർ അല്ലേ? ഓക്കെ. ഇനി അങ്ങനെ 3 ഡിഫറെൻറ്റ് മെറ്റീരിയൽസ് കിട്ടി അല്ലേ? ദെൻ a component of a given size which offers a low resistance for the flow of electric current is called a good conductor. ഒരു കമ്പോണൻറ്റ് ഇലക്ട്രിക് കറണ്ട് ലോ റെസിസ്റ്റൻസ് ആണ് ഓഫർ ചെയ്യുന്നതെങ്കിൽ നമ്മൾ ആ കമ്പോണൻറ്റ് പറയുന്ന പേരെന്താ? ഗുഡ് കണ്ടക്ടർ എന്ന് പറയും. എ കമ്പോണൻറ്റ് ഓഫ് എ ഗിവൺ സൈസ് which offers low resistance to the flow of electric current flow of electric current is a good conductor. Is a good conductor. A component of a given size which offers a low resistance to the flow of electric current is a good conductor. അപ്പോൾ ഏറ്റവും ലോ റെസിസ്റ്റൻസ് ആണ് കറണ്ടിനെ ഓഫർ ചെയ്യുന്നതാണ് നമ്മൾ ഗുഡ് കണ്ടക്ടർ എന്ന് പറയും. ആൻഡ് എ കണ്ടക്ടർ വിച്ച് ഓഫേഴ്സ് സം അപ്രീഷ്യബിൾ റെസിസ്റ്റൻസ് ഈസ് കാൾഡ് എ റെസിസ്റ്റർ. ഒരു കണ്ടക്ടർ ഒരു അപ്രീഷ്യബിൾ ആയിട്ടുള്ള റെസിസ്റ്റൻസ് ഓഫർ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ആ കണ്ടക്ടറിന് പറയുന്ന പേരെന്താ? റെസിസ്റ്റർ എന്ന് പറയും കേട്ടോ. ഓക്കെ, നിങ്ങൾ ബുക്കിനകത്ത് ഡെഫിനേഷൻസ് ഒക്കെ പറയുന്നുണ്ട്. എ കണ്ടക്ടർ ഹാവിങ് some appreciable resistance is called a resistor. സം അപ്രീഷ്യബിൾ ആയിട്ടുള്ള റെസിസ്റ്റൻസ് ഓഫർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അയാൾ എന്ന് പറയാൻ പറ്റും? റെസിസ്റ്റർ എന്ന് പറയാൻ പറ്റും. ഓക്കെ അല്ലേ? ആൻഡ് എ കമ്പോണൻറ്റ് ഓഫ് സെയിം സൈസ് ദാറ്റ് ഓവേഴ്സ് ഹൈ റെസിസ്റ്റൻസ് ഈസ് കാൾഡ് എന്തായിരുന്നു? എ പുവർ കണ്ടക്ടർ. എ കമ്പോണൻറ്റ് ഓഫ് സെയിം സൈസ് that offers high resistance is called a poor conductor. Poor conductor എന്നോ ബാഡ് കണ്ടക്ടർ എന്നൊക്കെ പറയാം കേട്ടോ. ഒരു ഹൈ റെസിസ്റ്റൻസ് ആണ് ഓഫർ ചെയ്യുന്നത്, അയാളെ ബാഡ് കണ്ടക്ടർ അല്ലെങ്കിൽ പുവർ കണ്ടക്ടർ എന്ന് പറയും. ഓക്കെ അല്ലേ?
ആൻഡ് ഇനി ഇൻസുലേറ്റർ ആണെങ്കിലോ ഇൻസുലേറ്റർ ക്യാൻ ഓഫർ ഈവൺ ഹൈ റെസിസ്റ്റൻസ്, ഇതിനേക്കാളും കൂടിയ റെസിസ്റ്റൻസ് ഓഫർ ചെയ്താൽ നമുക്ക് അയാൾ എന്ത് പറയാൻ പറ്റും, ഇൻസുലേറ്റർ എന്ന് പറയാൻ പറ്റും. എന്തൊക്കെയായിരുന്നു? എ കമ്പോണൻറ്റ് ഓഫ് എ ഗിവൺ സൈസ് വിച്ച് ഓഫേഴ്സ് എ ലോ റെസിസ്റ്റൻസ് ടു ദി ഫ്ലോ ഓഫ് ഇലക്ട്രിക് കറണ്ട് ഈസ് കാൾഡ് എ ഗുഡ് കണ്ടക്ടർ. എ കണ്ടക്ടർ ഹാവിംഗ് സം അപ്രീഷ്യബിൾ റെസിസ്റ്റൻസ് ഈസ് കാൾഡ് എ റെസിസ്റ്റർ. ഒരു കണ്ടക്ടറിന് ചില അപ്രീഷ്യബിൾ റെസിസ്റ്റൻസ് ഉണ്ടെങ്കിൽ നമ്മൾ റെസിസ്റ്റർ എന്ന് പറയും. എ കമ്പോണൻറ്റ് ഓഫ് സെയിം സൈസ് ദാറ്റ് ഓഫേഴ്സ് എ ഹൈ റെസിസ്റ്റൻസ് ഈസ് കാൾഡ് എ പുവർ കണ്ടക്ടർ. ഒരു കമ്പൗണ്ട് ഹൈ റെസിസ്റ്റൻസ് ഓഫർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അയാളെ പുവർ കണ്ടക്ടർ എന്ന് പറയും. ഓക്കെ, പുവർ കണ്ടക്ടർ, ബാഡ് കണ്ടക്ടറാണ്. ഇനി ഒരു ഇൻസുലേറ്റർ ആണെങ്കിലോ ഇൻസുലേറ്ററിന് ഇനി പുവർ കണ്ടക്ടറിനെക്കാളും റെസിസ്റ്റൻസ് കൂടുതൽ, വെരി വെരി ഹൈ റെസിസ്റ്റൻസ് ആയിരിക്കും. എ കമ്പോണൻറ്റ് വിച്ച് ഓഫേഴ്സ് എ വെരി വെരി ഹൈ റെസിസ്റ്റൻസ് ഈസ് കാൾഡ് ആൻ ഇൻസുലേറ്റർ. ഓക്കെ അല്ലേ? അപ്പോൾ ഇത്രയാണ് നമുക്ക് ഇവിടുന്ന് വരുന്ന കാര്യങ്ങൾ. ഓക്കെ അല്ലേ? ഇനി ഈ റെസിസ്റ്റർ എന്ന് പറയുമ്പോൾ ഫിക്സ്ഡ് റെസിസ്റ്റേഴ്സും ഉണ്ട്, എഗൈൻ വേരിയബിൾ റെസിസ്റ്റേഴ്സും ഉണ്ട്, അല്ല റിയോസ്റ്റാറ്റുകളുണ്ട് അല്ലേ? നമ്മൾ സർക്യൂട്ട് സിമ്പിൾ പഠിച്ചു കഴിഞ്ഞാണ് ഒരു ഫിക്സ്ഡ് റെസിസ്റ്റൻസ് ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുക, ഇത് വേരിയബിൾ റെസിസ്റ്റൻസ് അല്ലേ? ഇനി റിയോസ്റ്റാറ്റ്, ഇതൊരു റിയോസ്റ്റാറ്റാണ്, ഇത് ഫിക്സ്ഡ് റെസിസ്റ്റൻസ് ആണ്, ഇതൊരു വേരിയബിൾ റെസിസ്റ്റൻസ് ആണ്, വേരിയബിൾ റെസിസ്റ്റൻസ് ആണ്, ഇതൊരു റിയോസ്റ്റാറ്റ് ആണ്. നമ്മളെന്തിനാണ് വേരിയബിൾ റെസിസ്റ്റൻസും റിയോസ്റ്റാറ്റുകളും യൂസ് ചെയ്യുന്നത്? ആ സെയിം വോൾട്ടേജ് സോഴ്സിൽ നിന്ന് ഡിഫറെൻറ്റ് എമൗണ്ട് ഓഫ് കറണ്ട് കിട്ടാൻ വേണ്ടിയാണ് അല്ലേ? വോൾട്ടേജ് സോഴ്സ് അത് നമ്മൾ കണക്ട് ചെയ്യുന്ന സെല്ല് മാറ്റാതെ ആ സെയിം സെല്ലിൽ നിന്ന് ഡിഫറെൻറ്റ് എമൗണ്ട് ഓഫ് കറണ്ട് കിട്ടാൻ വേണ്ടി നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? ആ വേരിയബിൾ റെസിസ്റ്റേഴ്സും റിയോസ്റ്റാറ്റും എല്ലാം യൂസ് ചെയ്യുന്നത്. റിയോസ്റ്റാറ്റ് ഈസ് ആൻ എക്സാമ്പിൾ ഫോർ വേരിയബിൾ റെസിസ്റ്റർ. നമ്മുടെ പ്രാക്ടിക്കൽ ലാബിലെല്ലാം നമ്മൾ റിയോസ്റ്റാറ്റ് യൂസ് ചെയ്യാറുണ്ട്. അതൊരു വേരിയബിൾ റെസിസ്റ്ററാണ്. ഒരു സെയിം സോഴ്സിൽ നിന്ന് ഡിഫറെൻറ്റ് എമൗണ്ട് ഓഫ് കറണ്ട് കിട്ടുന്നതിന് വേണ്ടിയാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? ആ വേരിയബിൾ റെസിസ്റ്റർ അല്ലെങ്കിൽ റിയോസ്റ്റാറ്റ് യൂസ് ചെയ്യുന്നത്. കാരണം നോക്കൂ, ആ റിയോസ്റ്റാറ്റ് വെച്ച് നമുക്ക് സർക്യൂട്ടിൽ റെസിസ്റ്റൻസ് കൂട്ടാനും കുറയ്ക്കാനും പറ്റും. റെസിസ്റ്റൻസ് കൂടിക്കഴിഞ്ഞാൽ ഫ്ലോ ചെയ്യുന്ന കറണ്ടിൻ്റെ വാല്യൂ കുറയും, റെസിസ്റ്റൻസ് കുറഞ്ഞു കഴിഞ്ഞാലോ ഫ്ലോ ചെയ്യുന്ന കറണ്ടിൻ്റെ വാല്യൂ എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? റിയോസ്റ്റാറ്റോ ഒരു വേരിയബിൾ റെസിസ്റ്ററോ സർക്യൂട്ടിൽ യൂസ് ചെയ്യുന്നത് കേട്ടോ. ഓർത്ത് വയ്ക്കുക, വൈ വി ആർ യൂസിങ് എ റിയോസ്റ്റാറ്റ് ഓർ എ വേരിയബിൾ റെസിസ്റ്റർ ഇൻ എ സർക്യൂട്ട്. ഇതിനാ ടു ഗെറ്റ് different amount of current from the same voltage source, to get different currents from the same source. To get different current, different amount of currents from the same source. ഒരേ സോഴ്സിൽ നിന്ന് ഡിഫറെൻറ്റ് എമൗണ്ട് ഓഫ് കറണ്ട് കിട്ടണമെങ്കിൽ റിയോസ്റ്റാറ്റോ വേരിയബിൾ റെസിസ്റ്ററോ യൂസ് ചെയ്താൽ മതി. ഓക്കെ അല്ലേ? സോ നെക്സ്റ്റ് വൺ, ഫാക്ടേഴ്സ് ഓൺ വിച്ച് ദ റെസിസ്റ്റൻസ് ഓഫ് എ കണ്ടക്ടർ ഡിപ്പെൻഡ്സ്. ഒരു കണ്ടക്ടറിൻ്റെ റെസിസ്റ്റൻസ് ആരെയൊക്കെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? ദ ഫാക്ടേഴ്സ് ഓൺ വിച്ച് ദ റെസിസ്റ്റൻസ് ഓഫ് എ കണ്ടക്ടർ ഡിപ്പെൻഡ്സ്. ഇതാണ് നമ്മൾ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒരു കണ്ടക്ടറിൻ്റെ റെസിസ്റ്റൻസ് ഏതെല്ലാം ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? നമുക്ക് ഏറ്റവും ആദ്യം തന്നെ അറിയാം, ഒരു കണ്ടക്ടറിൻ്റെ റെസിസ്റ്റൻസ് ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഫോർ എ കണ്ടക്ടർ വെൻ ദി സാധാരണ മെറ്റാലിക് കണ്ടക്ടേഴ്സ്, നമ്മൾ കോപ്പർ വയേഴ്സും അലുമിനിയം വയേഴ്സൊക്കെ കണ്ടക്ടേഴ്സായിട്ട് യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനത്തെ മെറ്റാലിക് കണ്ടക്ടേഴ്സിൻ്റെ കേസിൽ നമ്മൾ ടെമ്പറേച്ചർ കൂട്ടിക്കഴിഞ്ഞാൽ റെസിസ്റ്റൻസിൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യും, ടെമ്പറേച്ചർ കുറച്ച് കഴിഞ്ഞാലോ റെസിസ്റ്റൻസിൻ്റെ വാല്യൂ ഡിക്രീസ് ചെയ്യും. ഇപ്പോൾ നെക്സ്റ്റ് നോക്കുന്നത്, ഈ കണ്ടക്ടറിൻ്റെ റെസിസ്റ്റൻസ് ഇനി ഏതെല്ലാം ഫാക്ടേഴ്സിനാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? ഇപ്പോൾ നമ്മൾ എക്സ്പെരിമെൻറ്റ് കണ്ടക്ട് ചെയ്യാൻ വേണ്ടി നമ്മളൊരു അറേഞ്ച്മെൻറ്റ് എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിനകത്ത് എക്സ്പ്ലെയിൻ ചെയ്യുന്ന അറേഞ്ച്മെൻറ്റ് തന്നെ കേട്ടോ. ആ അറേഞ്ച്മെൻറ്റിൽ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് ഒരു സെല്ല് യൂസ് ചെയ്യുന്നുണ്ട്, ഒരു അമ്മീറ്റർ യൂസ് ചെയ്യുന്നുണ്ട്, ഒരു കീ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ സെല്ല്, അമ്മീറ്റർ, എഗൈൻ കീ. ഈ അമ്മീറ്റർ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ആ സർക്യൂട്ടിൽ ഫ്ലോ ചെയ്യുന്ന കറണ്ട് മെഷർ ചെയ്യാൻ വേണ്ടിയാണ്. ആ സർക്യൂട്ടിലുള്ള എത്ര കറണ്ടാണ് ഫ്ലോ ചെയ്യുന്നത് അത് മെഷർ ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ എന്ത് യൂസ് ചെയ്തിരിക്കുന്നത്? ആ സെല്ല് അവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി നമ്മുടെ കയ്യിൽ 4 മെറ്റീരിയൽസ് എടുത്തിട്ടുണ്ട്. ആദ്യത്തേത് ഒരു നിക്രോം വയറാണ് എടുത്തിരിക്കുന്നത്. നിക്രോം എന്താ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു, നിക്രോം അലോയ് ആണല്ലേ, നിക്രോം. ഒരു നിക്രോം വയർ യൂസ് ചെയ്യുന്നുണ്ട്. രണ്ടാമത്തത് സെയിം തിക്നെസ് പക്ഷേ ഡബിൾ ലെങ്ത് ഉള്ള വേറെ നിക്രോം വയർ യൂസ് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് വൺ ഇസ് നിക്രോം വയർ ഓഫ് എ ഗിവൺ ലെങ്ത് ആൻഡ് സെക്കൻഡ് വൺ ഈസ് എ നിക്രോം വയർ ഹാവിങ് ദി സെയിം തിക്നെസ് ആസ് ദാറ്റ് ഓഫ് ദി ഫസ്റ്റ് വൺ ബട്ട് എ ലെങ്ത് ഡബിൾ ഓഫ് ദാറ്റ് ഓഫ് ഫസ്റ്റ് വൺ. ആദ്യത്തെ വയറിൻ്റെ അതേ തിക്നെസ്സും അതിൻ്റെ ഡബിൾ ലെങ്ത്തുമുള്ള നിക്രോം വയറാണ് രണ്ടാമത് എടുത്തിരിക്കുന്നത്. ഇനി മൂന്നാമത്തെ കേസിൽ എടുത്തിരിക്കുന്ന നിക്രോം വയർ തന്നെയാണ്, പക്ഷേ ഫസ്റ്റ് വയറിനേക്കാളും തിക്നെസ് കൂടുതലാണ്.
അപ്പോൾ ആദ്യത്തെ വയറിനേക്കാളും തിക്നെസ് കൂടിയ ഒരു നിക്രോം വയറാണ് മൂന്നാമത് എടുത്തിരിക്കുന്നത്. തിക്നെസ് കൂടുക എന്ന് പറഞ്ഞാൽ ക്രോസ് സെക്ഷൻ ഏരിയ കൂടുക. നാലാമത്തത് ഒരു കോപ്പർ വയർ എടുത്തിരിക്കുന്നത്, മെറ്റീരിയൽ തന്നെ മാറ്റിക്കഴിഞ്ഞു. കോപ്പർ വയർ എടുത്തിരിക്കുന്നത് ആദ്യം എടുത്ത വയറിൻ്റെ അതേ ലെങ്ത്തും അതേ തിക്നെസ്സുമാണ്. അപ്പോൾ ഈ 4 കാര്യങ്ങളാണ് ഈ സർക്യൂട്ട് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത്. എന്തൊക്കെയായിരുന്നു? ആദ്യം ഒരു ഗിവൺ ലെങ്ത്തുള്ള ഒരു നിക്രോം വയർ എടുത്തിട്ടുണ്ട്. രണ്ടാമത്തത് ആദ്യം എടുത്ത വയറിൻ്റെ അതേ തിക്നെസ്സും പക്ഷേ ഡബിൾ ലെങ്ത്ത്, ഇരട്ടി ലെങ്ത്തുമുള്ളൊരു നിക്രോം വയർ എടുത്തിട്ടുണ്ട്. മൂന്നാമത്തത് ആദ്യം എടുത്ത വയറിൻ്റെ അതേ ലെങ്ത്തും പക്ഷേ ഡബിൾ തിക്നെസ്സുമുള്ളൊരു നിക്രോം വയർ എടുത്തിട്ടുണ്ട്. നാലാമത്തത് എഗെയിൻ ആദ്യം ഏത് വയറാണോ എടുത്തത്, നിക്രോം വയർ എടുത്തത്, ആ വയറിൻ്റെ അതേ ലെങ്ത്തും അതേ തിക്നെസ്സുമുള്ള ഒരു കോപ്പർ വയർ എടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ 3 കേസിലും മെറ്റീരിയൽ സെയിമാണ്, നിക്രോമാണ്. നാലാമത്തിൽ മെറ്റീരിയലേ മാറിക്കഴിഞ്ഞു, മെറ്റീരിയൽ ഇപ്പോൾ കോപ്പറാണ്. ഓക്കെ അല്ലേ? ഇനി നമ്മൾ നോക്കുന്നത് ഈ ഓരോരുത്തരും സെയിം എമൗണ്ട് ഓഫ് റെസിസ്റ്റൻസ് ആണോ ഓഫർ ചെയ്യാൻ നോക്കുകയാണ്. ഈ ഓരോരുത്തരും ഓഫർ ചെയ്യുന്ന റെസിസ്റ്റൻസിൻ്റെ വാല്യൂ സെയിം ആണോ ചെക്ക് ചെയ്യാൻ പോവാണ്. അതെങ്ങനെ അറിയാം? അമ്മീറ്റർ റീഡിംഗ് എടുത്താൽ മതി. ആ അമ്മീറ്റർ റീഡിംഗ് എല്ലാത്തിലും സെയിം ആണെങ്കിൽ അതിന് മീനിങ് എന്താ? ഇവരെല്ലാവരും ഓഫർ ചെയ്യുന്നത് സെയിം റെസിസ്റ്റൻസ് ആയിരിക്കും. അമ്മീറ്റർ റീഡിംഗ് ഡിഫറെൻ്റ് ആണെങ്കിലോ അവർ ഓരോരുത്തരും ഡിഫറെൻറ്റ് എമൗണ്ട് ഓഫ് റെസിസ്റ്റൻസ് ആണ് ഓഫർ ചെയ്യുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതൽ കറണ്ട് ഇവിടെ ആരെ കണക്ട് ചെയ്യുമ്പോഴാണോ കിട്ടിയത് അയാൾക്കായിരിക്കും റെസിസ്റ്റൻസ് ഏറ്റവും കുറവ്. ഏറ്റവും കുറവ് കറണ്ട് എപ്പോഴാണ് കിട്ടുന്നത് അയാൾക്കായിരിക്കും റെസിസ്റ്റൻസ് ഏറ്റവും കൂടുതൽ. ശരിയല്ലേ? കാരണം കറണ്ട് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ റെസിസ്റ്റൻസ് ആണ്. റെസിസ്റ്റൻസ് കൂടിക്കഴിഞ്ഞാൽ ഫ്ലോ ചെയ്യുന്ന കറണ്ടിൻ്റെ വാല്യൂ എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്യും. ഓക്കെ അല്ലേ? അപ്പോൾ അറേഞ്ച്മെൻറ്റ് ഓക്കെ അല്ലേ? അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്നത് ഈ ഗ്യാപ്പിലേക്ക് ആ നിക്രോം വയർ കണക്ട് ചെയ്തു. ആദ്യം എടുത്ത് നിക്രോം വയർ കണക്ട് ചെയ്തു. ഓക്കെ. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് എന്ത് കിട്ടുന്നു? ഒരു അമ്മീറ്റർ റീഡിങ് കിട്ടുന്നു. അതിനുശേഷം നമ്മൾ നിക്രോം വയർ മാറ്റി രണ്ടാമത്തെ വയർ കണക്ട് ചെയ്തു. അപ്പോൾ രണ്ടാമത്തെ വയറിന് ആദ്യത്തെ വയറിൻ്റെ അതേ തിക്നെസ്സാണ്, ആദ്യത്തെ വയറുണ്ടാക്കി അതേ മെറ്റീരിയലാണ് യൂസ് ചെയ്തിരിക്കുന്നത്, പക്ഷേ ലെങ്ത്ത് മാത്രം ഡബിളാണ്. അപ്പോൾ സെക്കൻഡ് വയർ ഈ ഗ്യാപ്പിൽ കണക്ട് ചെയ്തു. എഗൈൻ അമ്മീറ്റർ റീഡിങ് എടുക്കുന്നു. എഗൈൻ സെക്കൻഡ് വയർ എടുത്ത് മാറ്റി തേർഡ് വയർ ഈ ഗ്യാപ്പിൽ കണക്ട് ചെയ്യുന്നു. എഗൈൻ വീണ്ടും റീഡിങ് എടുക്കുന്നു. തേർഡ് വയറിൻ്റെ പ്രത്യേകത എന്താ? തേർഡ് വയറും ഫസ്റ്റ് വയറും സെക്കൻഡ് വയറും എല്ലാം സെയിം മെറ്റീരിയലാണ്, പക്ഷേ തേർഡ് വയറിൻ്റെ തിക്നെസ് ഫസ്റ്റ് വയറിനേക്കാളും ഡബിളാണ്, കൂടുതലാണ്. എഗൈൻ അതിനേക്കാളും കൂടുതലാണ്. എഗൈൻ ലെങ്ത്ത് സെയിം തന്നെയാണ്. അപ്പോൾ തേർഡ് വയർ ആ ഗ്യാപ്പിൽ കണക്ട് ചെയ്യുന്നു. എഗൈൻ റീഡിങ് എടുക്കുന്നു. അതിനുശേഷം നമ്മൾ നാലാമത്തെ വയർ ആ ഗ്യാപ്പിൽ കണക്ട് ചെയ്യുന്നു. അപ്പോൾ നാലാമത്തെ വയറിൻ്റെ പ്രത്യേകത എന്താ? അതൊരു ഡിഫറെൻറ്റ് മെറ്റീരിയലാണ്, ഒരു കോപ്പറിൻ്റെ വയർ എടുത്തിരിക്കുന്നത്. തിക്നെസ്സും ലെങ്ത്തും എല്ലാം ആദ്യം എടുത്ത നിക്രോം വയറിൻ്റെ അതേ ലെങ്ത്തിന് അതേപോലെ തന്നെയാണ്. എഗൈൻ വീണ്ടും അമ്മീറ്റർ റീഡിങ് എടുക്കുന്നു. അത് ക്ലിയർ അല്ല? അപ്പോൾ എക്സ്പെരിമെൻറ്റ് കണ്ടക്ട് ചെയ്ത് എങ്ങനെയെന്ന് മനസ്സിലായോ? ആദ്യം ഫസ്റ്റ് വയർ കണക്ട് ചെയ്യുന്നുണ്ട്, അതിനുശേഷം സെക്കൻഡ് വയറോടെ കണക്ട് ചെയ്യുന്നു, പിന്നെ തേർഡ് വയർ കണക്ട് ചെയ്യുന്നു, എഗൈൻ ഫോർത്ത് വയർ കണക്ട് ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെ 4 തവണ നമ്മൾ എക്സ്പെരിമെൻറ്റോട് റിപ്പീറ്റ് ചെയ്തത്. ശരിയല്ലേ? ഇനി നമ്മൾ ഈ ഓരോ കേസിലും അമ്മീറ്റർ റീഡിങ് എടുത്തിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്, ഞാൻ ഫസ്റ്റ് കേസിൽ ഈ നിക്രോം വയർ കണക്ട് ചെയ്തില്ലേ, ആ സമയത്ത് കിട്ടിയ കറണ്ടിനേക്കാളും ഹാഫ് കറണ്ടാണ് സെക്കൻഡ് കേസിൽ കിട്ടിയത്. ആദ്യം നിക്രോം വയർ കണക്ട് ചെയ്യുമ്പോൾ എത്ര കറണ്ടാണോ കിട്ടിയത് അതിൻ്റെ ഹാഫ് കറണ്ട് മാത്രമേ എപ്പോൾ വന്നിട്ടുള്ളൂ? രണ്ടാമത്തെ വയർ കണക്ട് ചെയ്തപ്പോൾ കിട്ടിയിട്ടുള്ളൂ. ക്ലിയർ അല്ലേ? ഇനി മൂന്നാമത്തെ വയർ കണക്ട് ചെയ്തപ്പോഴോ ആദ്യം കിട്ടിയ കറണ്ടിനേക്കാളും കൂടിയ കറണ്ടാണ് എനിക്ക് കിട്ടിയത്. ഫസ്റ്റ് കിട്ടിയ കറണ്ടിനേക്കാളും കൂടിയ കറണ്ടായിരുന്നു എനിക്ക് തേർഡ് വയർ കണക്ട് ചെയ്തപ്പോൾ കിട്ടിയത്. ഓക്കെ അല്ലേ? സപ്പോസ് തേർഡ് വയറിൻ്റെ തിക്നെസ്, അതായത് ഏരിയ, ക്രോസ് സെക്ഷൻ ഏരിയ ആദ്യത്തെ ആളുടെ ഡബിൾ ആണെങ്കിൽ എന്താ സംഭവിച്ചിട്ടുണ്ടാവുക? എനിക്ക് ആദ്യം കിട്ടിയതിനേക്കാളും ഇരട്ടി കറണ്ടാണ് ഈ കേസിൽ കിട്ടിയത്. എങ്ങനെ എടുത്ത് കോപ്പർ വയർ കണക്ട് ചെയ്തപ്പോൾ എനിക്ക് ഡിഫറൻ്റ് ആയിട്ടുള്ള വേറൊരു കറണ്ടാണ് കിട്ടിയത്. അപ്പോൾ ഒബ്സർവേഷൻസ് എന്തൊക്കെയായിരുന്നു? ഫസ്റ്റ് നിക്രോം വയർ കണക്ട് ചെയ്തപ്പോൾ കിട്ടിയ കറണ്ടിൻ്റെ ഹാഫ് കറണ്ട് മാത്രമേ സെക്കൻഡ് കേസിൽ കിട്ടിയിട്ടുള്ളൂ. ഓക്കെ അല്ലേ? ഇനി ഫസ്റ്റ് നിക്രോം വയർ കിട്ടിയപ്പോൾ കണക്ട് ചെയ്ത കറണ്ടിൻ്റെ ഡബിൾ കറണ്ടാണ് എനിക്ക് തേർഡ് കേസിൽ കിട്ടിയത്. ഡബിൾ എന്ന് പറയാനുള്ള കാരണം ഞാൻ മൂന്നാമത്തെ വയറിൻ്റെ തിക്നെസ്, അത് ഏരിയ, ക്രോസ് സെക്ഷനിൽ ഏരിയ ആദ്യത്തെ ആളെ ഡബിളാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാരണം എനിക്ക് ഡബിളായിട്ട് കിട്ടിയിട്ടുണ്ട്. ഓക്കെ അല്ലേ? ഇനി ഫോർത്ത് കേസിൽ ആ കോപ്പർ വയർ കണക്ട് ചെയ്തപ്പോൾ ആദ്യം 3 തവണയും കിട്ടിയ അതേ കറണ്ടല്ല എനിക്ക് കിട്ടി, വേറൊരു കറണ്ടിൻ്റെ വാല്യൂ കിട്ടിയത്. അപ്പോൾ ഇവിടുന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് എന്താ? റെസിസ്റ്റൻസ് ആരൊക്കെ ഡിപ്പെൻഡ് ചെയ്യും? ഫസ്റ്റ് കേസ് നോക്കൂ, ലെങ്ത്ത് കൂട്ടിയപ്പോൾ കറണ്ടിൻ്റെ വാല്യൂ കുറഞ്ഞു. നമ്മൾ കൊടുക്കുന്ന വോൾട്ടേജ് സോഴ്സ് മാറിയിട്ടില്ലല്ലോ, സെയിം വോൾട്ടേജ് സോഴ്സിലാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ വയറിൻ്റെ ലെങ്ത്ത് മാത്രമേ നമ്മൾ മാറ്റൂ, മെറ്റീരിയൽ പോലും മാറ്റിയിട്ടില്ല, വയറിൻ്റെ ലെങ്ത്താണ് മാറ്റിയത്. അപ്പോൾ വയറിൻ്റെ ലെങ്ത്ത് മാറ്റിയപ്പോൾ കറണ്ടിന് വേരിയേഷൻ വന്നു. അതിനർത്ഥം വയറിൻ്റെ ലെങ്ത്ത് മാറിയപ്പോൾ റെസിസ്റ്റൻസിന് വ്യത്യാസം വന്നു. ഓക്കെ അല്ലേ? ഇനി മൂന്നാമത്,
സെയിം നിക്രോം വയർ കണക്ട് ചെയ്ത് തിക്നെസ് മാത്രം ഡബിളാക്കി. ആ സമയത്തും കറണ്ട് വേരി ചെയ്തില്ലേ? കറണ്ട് കൂടുകയും ചെയ്തു. ഫസ്റ്റ് കേസിനേക്കാളും കറണ്ട് കൂടുകയാണ് ചെയ്തത്. സോ തിക്നെസ് മാറിയപ്പോൾ എഗെയിൻ കറണ്ട് ചേഞ്ച് വന്നു. സോ റെസിസ്റ്റൻസിന് വേരിയേഷൻ വന്നു. എഗെയിൻ ഇനി അടുത്ത കേസ് ഞാൻ ഈ ഫോർത്ത് വയർ കണക്ട് ചെയ്ത്, കോപ്പർ വയർ കണക്ട് ചെയ്ത്, ആ സമയത്തും കറണ്ടിൻ്റെ വാല്യൂ മാറി. പക്ഷേ ഈ കോപ്പർ വയറിന് ആദ്യത്തെ വയറിൻ്റെ അതേ തിക്നെസ്സും അതേ ലെങ്ത്തും തന്നെയാണ്. പക്ഷേ വ്യത്യാസം എന്താ? ആദ്യത്തെ ആൾ നിക്രോമും രണ്ടാമത്തെ ആൾ കോപ്പറുമാണ്. സോ മെറ്റീരിയൽ മാറി. അങ്ങനെ മെറ്റീരിയൽ മാറിയപ്പോഴും റെസിസ്റ്റൻസിന് വ്യത്യാസം വന്നു. ഫ്ലോ ചെയ്യുന്ന കറണ്ട് അമ്മീറ്റർ റീഡിങ്ങിന് വ്യത്യാസം വന്നു. അതിനർത്ഥം സർക്യൂട്ടിലെ കറണ്ടിന് വ്യത്യാസം വന്നു. അങ്ങനെ കറണ്ടിന് വ്യത്യാസം വന്നിട്ടുണ്ടെങ്കിൽ അതിന് കാരണം എന്താ? ഈ വോൾട്ടേജ് സോഴ്സ് മാറ്റിയിട്ടില്ല. അപ്പോൾ അവിടെ റെസിസ്റ്റൻസിന് വ്യത്യാസം വന്നു. ക്ലിയർ അല്ലേ? അപ്പോൾ ഇവിടുന്ന് എന്താ കൺക്ലൂഡ് ചെയ്യാൻ പറ്റിയത്? ഒന്ന്, ഒരു മെറ്റീരിയലിൻ്റെ ലെങ്ത്ത് മാറ്റിക്കഴിഞ്ഞാൽ റെസിസ്റ്റൻസിന് ചേഞ്ച് വരുന്നുണ്ട്. രണ്ട്, ഒരു മെറ്റീരിയലിൻ്റെ ക്രോസ് സെക്ഷണൽ ഏരിയ മാറ്റിക്കഴിഞ്ഞാൽ റെസിസ്റ്റൻസിന് ചേഞ്ച് വരുന്നുണ്ട്. മൂന്നാമത്തത്, മെറ്റീരിയൽ മാറിക്കഴിഞ്ഞാലും റെസിസ്റ്റൻസിന് ചേഞ്ച് വരുന്നുണ്ട്. അഗൈൻ ഫസ്റ്റ് നമ്മൾ നേരത്തെ പറഞ്ഞു, ടെമ്പറേച്ചർ മാറിയാലും ആർക്ക് ചേഞ്ച് വരുന്നുണ്ട്? റെസിസ്റ്റൻസിന് ചേഞ്ച് വരുന്നുണ്ട്. സോ ഓൺ വിച്ച് ഫാക്ടേഴ്സ് ദ റെസിസ്റ്റൻസ് ഓഫ് എ കണ്ടക്ടർ ഡിപ്പെൻഡ്സ്? ദ റെസിസ്റ്റൻസ് ഓഫ് എ കണ്ടക്ടർ ഡിപ്പെൻഡ്സ് ഓൺ ദ ടെമ്പറേച്ചർ ഓഫ് ദി കണ്ടക്ടർ, the material of the conductor, the length of the conductor, and the area of cross section of the conductor. This one is the cross sectional area, this area, and cross sectional area of the conductor. അപ്പോൾ ഈ 4 ഫാക്ടേഴ്സിനെ ആര് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? റെസിസ്റ്റൻസ് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ എക്സ്പെരിമെൻ്റലി പ്രൂവ് ചെയ്ത മെത്തേഡ് മനസ്സിലായോ? കറണ്ട് കുറഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താ? റെസിസ്റ്റൻസ് കൂടുതലാണ്. കറണ്ട് കൂടിക്കഴിഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താ? റെസിസ്റ്റൻസിൻ്റെ വാല്യൂ കുറവാണ്. ഓക്കെ അല്ലേ? സോ നമുക്ക് ഏതൊക്കെ ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യാൻ നോക്കാം. Resistance of a conductor depends on first one, temperature of the conductor. Second one, material of the conductor. Third one, length of the conductor. Fourth one, area of cross section of the conductor. ഓഫ് ദി കണ്ടക്ടർ. അപ്പോൾ ഈ 4 കാര്യങ്ങൾ ആരെ ഡിപ്പെൻഡ് ചെയ്യുന്നു? റെസിസ്റ്റൻസ് ഓഫ് എ കണ്ടക്ടർ ഡിപ്പെൻഡ് ചെയ്യുന്നു. ടെമ്പറേച്ചർ ഓഫ് ദി കണ്ടക്ടർ, മെറ്റീരിയൽ ഓഫ് ദി കണ്ടക്ടർ, ലെങ്ത് ഓഫ് ദി കണ്ടക്ടർ, ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഓഫ് ദി കണ്ടക്ടർ. ശരിയല്ലേ? ഈ അവസാനത്തെ 3 നമുക്ക് പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ അല്ലേ? ഒന്ന്, മെറ്റീരിയൽ മാറ്റി, നിക്രോം മാറ്റി അതേ ഡയമെൻഷൻ വരുന്ന കോപ്പർ വയർ വെച്ചപ്പോൾ റെസിസ്റ്റൻസ് വേരി ചെയ്തു. അതിനർത്ഥം മെറ്റീരിയൽ മാറിയപ്പോൾ റെസിസ്റ്റൻസ് വേരി ചെയ്തു. രണ്ട്, നിക്രോം വയറിന് ലെങ്ത്ത് കൂട്ടി വെച്ചപ്പോൾ റെസിസ്റ്റൻസ് വേരി ചെയ്തു. അപ്പോൾ റെസിസ്റ്റൻസ് ലെങ്ത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. 3, തിക്നെസ് കൂടിയ നിക്രോം വയർ വെച്ചപ്പോൾ റെസിസ്റ്റൻസ് വേരി ചെയ്തു. അപ്പോൾ റെസിസ്റ്റൻസ് തിക്നെസ്സിന് അല്ലെങ്കിൽ ക്രോസ് സെക്ഷൻ ഏരിയ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ആര് ഡിപ്പെൻഡ് ചെയ്യുന്നു? റെസിസ്റ്റൻസ് ഡിപ്പെൻഡ് ചെയ്യുന്നു. ഓക്കെ അല്ലേ? ഇനി ഇവിടെ സംഭവിച്ചെന്തായിരുന്നു? ലെങ്ത്ത് മാറ്റിയപ്പോൾ സംഭവിച്ചെന്താ? ആദ്യം നിക്രോം വയർ യൂസ് ചെയ്തു, രണ്ടാമത് അതേ തിക്നെസ്സും ഡബിൾ ലെങ്ത്തും നിക്രോം വയർ യൂസ് ചെയ്തു. അപ്പോൾ സംഭവിച്ചെന്താ? സർക്യൂട്ടിലെ കറണ്ട് കുറഞ്ഞു. കറണ്ട് കുറഞ്ഞാൽ ആരുടെ വാല്യൂ കൂടും? റെസിസ്റ്റൻസിൻ്റെ വാല്യൂ കൂടും. സോ ലെങ്ത്ത് കൂടിയപ്പോൾ റെസിസ്റ്റൻസിൻ്റെ വാല്യൂ കൂടി. എനിക്കിട്ട് റീഡിങ് കറണ്ട് നേരെ ഹാഫായിട്ട് മാറിയെന്നാണ് കേട്ടോ. കറണ്ട് നേരെ ഹാഫായിട്ട് മാറി. കറണ്ട് ഹാഫായിട്ട് മാറിയിട്ടുണ്ടെങ്കിൽ റെസിസ്റ്റൻസിൻ്റെ വാല്യൂ നേരെ ഡബിളായിട്ടുണ്ടാവും. സോ റെസിസ്റ്റൻസ് ഓഫ് എ കണ്ടക്ടർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി ലെങ്ത് ഓഫ് ദി കണ്ടക്ടർ. Resistance of a conductor is
directly proportional to the length of the conductor. അപ്പോൾ R proportional to L എന്ന് എഴുതാം. റെസിസ്റ്റൻസ് ലെങ്ത്തിന് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആണ്. ഇനി അടുത്ത ഒബ്സർവേഷൻ നോക്കൂ. സെയിം നിക്രോം വയർ യൂസ് ചെയ്തു, ലെങ്ത് സെയിം ആണ്, ക്രോസ് സെക്ഷണൽ ഏരിയ മാത്രം കൂട്ടി. തിക്നെസ് കൂട്ടി എന്ന് പറഞ്ഞാൽ ക്രോസ് സെക്ഷണൽ ഏരിയ കൂട്ടി. അപ്പോൾ എന്താ സംഭവിച്ചത്? അപ്പോൾ ആദ്യം കിട്ടിയതിനേക്കാളും കൂടുതൽ കറണ്ട് കിട്ടി. അതിനർത്ഥം ക്രോസ് സെക്ഷണൽ ഏരിയ കൂടിയപ്പോൾ ആരുടെ വാല്യൂ കുറഞ്ഞു? റെസിസ്റ്റൻസിൻ്റെ വാല്യൂ കുറഞ്ഞു. കാരണം റെസിസ്റ്റൻസിൻ്റെ വാല്യൂ കുറഞ്ഞാലേ കറണ്ട് കൂടുക. അപ്പോൾ റെസിസ്റ്റൻസിൻ്റെ വാല്യൂ കുറഞ്ഞു. അതിനർത്ഥം ഏരിയ കൂടുമ്പോൾ റെസിസ്റ്റൻസിൻ്റെ വാല്യൂ ഡിക്രീസ് ചെയ്യും. സോ റെസിസ്റ്റൻസ് ഓഫ് എ കണ്ടക്ടർ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദി ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഓഫ് ദി കണ്ടക്ടർ. അപ്പോൾ സെക്കൻഡ് റിലേഷൻ ഇതാണ്. Resistance of a conductor is inversely proportional to the area of cross section of the conductor. Of the conductor. So R proportional to 1 divided by A എന്ന് എഴുതാം. 1 divided by A. R proportional to L, then R proportional to 1 divided by A. First R proportional കിട്ടി, then another R proportional to 1 divided by A. അപ്പോൾ എന്താ L? L length of the conductor, A ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഓഫ് ദി കണ്ടക്ടറുമാണ്. രണ്ടോട് കമ്പയർ ചെയ്യാം. കമ്പൈൻ ചെയ്യാം. ഇപ്പോൾ കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ വി ഗെറ്റ് R പ്രൊപ്പോർഷണൽ ടു L ഡിവൈഡ് ബൈ A എന്ന് കിട്ടും. ശരിയല്ലേ? R പ്രൊപ്പോർഷണൽ ടു L ഉം R പ്രൊപ്പോർഷണൽ 1 ബൈ A. അപ്പോൾ R പ്രൊപ്പോർഷണൽ ടു L ഡിവൈഡ് ബൈ A എന്ന് കിട്ടും. ഓക്കെ. ഇനി ഈ പ്രൊപ്പോർഷണാലിറ്റി മാറ്റാൻ വേണ്ടി ഒരു കോൺസ്റ്റൻ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം കേട്ടോ. അപ്പോൾ R ഈസ് ഈക്വൽ ടു ആ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻ്റ് ഇൻറ്റു L ഡിവൈഡ് ബൈ A എന്ന് കിട്ടും. ആ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻ്റ് നമ്മൾ റോ എന്നാണ് പറയുക. ഇറ്റ് ഈസ് കാൾഡ് റെസിസ്റ്റിവിറ്റി ഓഫ് ദി കണ്ടക്ടർ. ദിസ് പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻ്റ് ഈസ് കാൾഡ് റെസിസ്റ്റിവിറ്റി ഓഫ് ദി കണ്ടക്ടർ. അപ്പോൾ ഇക്വേഷൻ ആദ്യം പഠിക്കണം. R is equal to rho into L divided by A. R is equal to rho into L divided by A. ഇതാണ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ കേട്ടോ. R equal to rho L by A, where rho is the proportionality constant which is called resistivity of the conductor. ആ റോയെ പറയുന്ന പേരെന്താ? റെസിസ്റ്റിവിറ്റി ഓഫ് ദി കണ്ടക്ടർ. ഓഫ് ദി കണ്ടക്ടർ. അല്ലെങ്കിൽ ഓർ അതിനെ സ്പെസിഫിക് റെസിസ്റ്റൻസ് എന്നും പറയും കേട്ടോ. സ്പെസിഫിക് റെസിസ്റ്റൻസ് ഓർ സ്പെസിഫിക് റെസിസ്റ്റൻസ്. ഓക്കെ അല്ലേ? L ലെങ്ത് ഓഫ് ദി കണ്ടക്ടറാണ്. A ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഓഫ് ദി കണ്ടക്ടറാണ്. ഓഫ് ദി കണ്ടക്ടർ. നമ്മൾ സാധാരണ എടുക്കുന്ന വയറൊക്കെ സിലിണ്ടറിക്കൽ ഷേപ്പുള്ള വയർ ആയിരിക്കില്ലേ? അപ്പോൾ എൻ്റെ ക്രോസ് സെക്ഷൻ ഏരിയ എന്ന് പറഞ്ഞാൽ ആക്ച്വലി സർക്കിളിൻ്റെ ഏരിയ ഉണ്ടോ. അപ്പോൾ സാധാരണ എടുക്കുന്ന വയറിലൊക്കെ ക്രോസ് സെക്ഷൻ ഏരിയ എന്ന് പറഞ്ഞാൽ സർക്കിളിൻ്റെ ഷേപ്പിലാണ്. ഓക്കെ. ഇതാണ് ഇക്വേഷൻസ്. R equal to rho L by A. ഇനി റോ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? റോ എന്ന് പറഞ്ഞാൽ റെസിസ്റ്റിവിറ്റി അല്ലേ? ആ റെസിസ്റ്റിവിറ്റി പറഞ്ഞാൽ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ റോ ഈസ് ഈക്വൽ ടു R A ഡിവൈഡ് ബൈ L എന്ന് കിട്ടും. റോ ഈസ് ഈക്വൽ ടു R A ഡിവൈഡ് ബൈ L. R എന്ന് പറഞ്ഞാൽ റെസിസ്റ്റൻസ് അല്ലേ? എന്താ യൂണിറ്റ്? ഓം. എഗെയിൻ A എന്ന് പറഞ്ഞാൽ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ അല്ലേ? എന്താ യൂണിറ്റ്? മീറ്റർ സ്ക്വയർ. ബൈ എന്താ L? യൂണിറ്റ് മീറ്റർ.
അപ്പോൾ ആരൊക്കെയാണ് ക്യാൻസലായി പോകുന്നത്? ഇതിനകത്ത് ഈ മീറ്റർ സ്ക്വയറത്തെ ഒരു സ്കോറും ഈ മീറ്ററും ക്യാൻസലായി പോയി. അപ്പോൾ ബാക്കി വരുന്നത് ഓം മീറ്റർ എന്ന് കിട്ടും. ഓം മീറ്റർ, സിമ്പിൾ ഓം മീറ്റർ. ഇതാണ് റെസിസ്റ്റിവിറ്റിയുടെ യൂണിറ്റ്. റെസിസ്റ്റിവിറ്റി ഈസ് ഈക്വൽ ടു ഓം മീറ്റർ. ക്ലിയർ അല്ലേ? ആർ ഈസ് ഈക്വൽ ടു റോ ഈസ് ഈക്വൽ ടു ആർ എ ഡിവൈഡ് ബൈ എൽ, where rho is a proportionality constant which is called the resistivity of the conductor or specific resistance, and its unit is ohm meter. Clear alle? Ini both resistance and resistivity of a conductor depends on temperature. ഒരു കണ്ടക്ടറിൻ്റെ റെസിസ്റ്റൻസും റെസിസ്റ്റിവിറ്റിയും ആര് ഡിപ്പെൻഡ് ചെയ്യും? ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യും. both resistance and resistivity depends on temperature. Both resistance and resistivity depends on temperature. റെസിസ്റ്റൻസും റെസിസ്റ്റിവിറ്റിയും ആരെ ഡിപ്പെൻഡ് ചെയ്യും? ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യും. ഓക്കെ അല്ലേ? ഇനി ദ റെസിസ്റ്റിവിറ്റി ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദ ഡയമെൻഷൻ ഓഫ് ദി മെറ്റീരിയൽ. റെസിസ്റ്റിവിറ്റി ഒരിക്കലും ആ മെറ്റീരിയലിൻ്റെ ഡയമെൻഷനെ ഡിപ്പെൻഡ് ചെയ്യില്ല. ഡയമെൻഷൻ എന്നാൽ ലെങ്ത്തിനെയും ഏരിയ ഓഫ് ക്രോസ് ഡിപ്പെൻഡ് ചെയ്യില്ല കേട്ടോ. ഒരു ഗിവൺ മെറ്റീരിയലിനെ ഒരു ഗിവൺ ടെമ്പറേച്ചറിൽ വെച്ച് കഴിഞ്ഞാൽ റെസിസ്റ്റിവിറ്റി എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിരിക്കും. 1 മീറ്റർ ലെങ്ത്തുള്ള കോപ്പർ വയർ എടുത്താലും 10 മീറ്റർ ലെങ്ത്തുള്ള കോപ്പർ വയർ എടുത്താലും രണ്ടുപേരെയും ഒരേ ടെമ്പറേച്ചറിലാണ് വെക്കുന്നതെങ്കിൽ റെസിസ്റ്റിവിറ്റി രണ്ടുപേർക്കും സെയിം ആയിരിക്കും. പക്ഷേ റെസിസ്റ്റൻസ് ഡിഫറൻ്റ് ആയിരിക്കും. കാരണം റെസിസ്റ്റൻസ് മെറ്റീരിയലിൻ്റെ ലെങ്ത്തിനെയും ഏരിയയൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. എന്നാൽ റെസിസ്റ്റിവിറ്റി ലെങ്ത്തിനെയും ഏരിയ ഒന്നും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അത് ടെമ്പറേച്ചറിനെയും ആ മെറ്റീരിയലിനെയും മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. അയൺ മാറ്റി കോപ്പർ ആക്കിയാൽ റെസിസ്റ്റിവിറ്റി മാറും, റെസിസ്റ്റൻസ് മാറിയിട്ടുണ്ടാവും. കോപ്പർ മാറ്റി അലുമിനിയം ആക്കിയാൽ റെസിസ്റ്റിവിറ്റി മാറും, അപ്പോഴും എന്ത് മാറിയിട്ടുണ്ടാവും? അപ്പോഴും റെസിസ്റ്റൻസ് മാറിയിട്ടുണ്ടാവും. എന്നാൽ സെയിം മെറ്റീരിയലിൻ്റെ വയർ, കോപ്പർ വയറിനെ രണ്ട് ഡിഫറെൻറ്റ് കോപ്പർ വയർ എടുക്കുന്നു, രണ്ടുപേരും ഒരേ ടെമ്പറേച്ചറിൽ വയ്ക്കുന്നു. രണ്ട് വയറിനും രണ്ട് ഡിഫറെൻറ്റ് ലെങ്ത്തും ഡിഫറെൻറ്റ് ക്രോസ് സെക്ഷൻ ഏരിയയാണ്. രണ്ടുപേരുടെയും റെസിസ്റ്റൻസ് ഡിഫറെൻ്റ് ആയിരിക്കാം, പക്ഷേ റെസിസ്റ്റിവിറ്റി രണ്ടുപേർക്കും എങ്ങനെയായിരിക്കും? സെയിം ആയിരിക്കും. ഓക്കെ അല്ലേ? സോ റെസിസ്റ്റിവിറ്റി ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് length and area of cross section of the conductor. Length and area of cross section of the conductor. ഇതൊരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ് ഓർത്ത് വയ്ക്കുക കേട്ടോ. റെസിസ്റ്റിവിറ്റി ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ലെങ്ത് ആൻഡ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഓഫ് ദി കണ്ടക്ടർ റെസിസ്റ്റിവിറ്റി ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ലെങ്ത് ആൻഡ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഓഫ് ദി കണ്ടക്ടർ. റെസിസ്റ്റിവിറ്റി ലെങ്ത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, ക്രോസ് സെക്ഷൻ ഏരിയ എന്ത് ചെയ്യുന്നില്ല? ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അപ്പോൾ റെസിസ്റ്റിവിറ്റി ലെങ്ത്തിനെ ഡിപ്പെൻഡ് ചെയ്യില്ല, അഗൈൻ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഡിപ്പെൻഡ് ചെയ്യില്ല. അപ്പോൾ റെസിസ്റ്റിവിറ്റി മാറണമെങ്കിൽ ഒന്നുകിൽ മെറ്റീരിയൽ മാറണം, അയൺ മാറ്റി കോപ്പർ ആണോ, അല്ലെങ്കിൽ കോപ്പർ മാറ്റി അലുമിനിയം ആണോ. അപ്പോൾ അങ്ങനെ മെറ്റീരിയൽ മാറിക്കഴിഞ്ഞാൽ റെസിസ്റ്റിവിറ്റിക്ക് ചേഞ്ച് വരും. രണ്ട് ടെമ്പറേച്ചർ മാറിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? റെസിസ്റ്റിവിറ്റിക്ക് ചേഞ്ച് വരും. അപ്പോൾ റെസിസ്റ്റിവിറ്റിക്ക് മാറ്റം വരുത്താൻ രണ്ട് മെത്തേഡ്സേ ഉള്ളൂ. ഐദർ ചേഞ്ചിങ് ദി മെറ്റീരിയൽ ഓർ ചേഞ്ചിങ് ദി ടെമ്പറേച്ചർ. ഒന്നുകിൽ മെറ്റീരിയൽ മാറ്റുക അല്ലെങ്കിൽ ടെമ്പറേച്ചർ മാറ്റുക. അതല്ലാതെ നമുക്കൊരിക്കലും റെസിസ്റ്റിവിറ്റിക്ക് വേരിയേഷൻ വരുത്താൻ പറ്റില്ല. അപ്പോൾ സെയിം മെറ്റീരിയലിൻ്റെ വയർ എടുത്തു കഴിഞ്ഞാൽ അവരെ സെയിം ടെമ്പറേച്ചറിൽ വെച്ച് കഴിഞ്ഞാൽ അവരുടെ റെസിസ്റ്റിവിറ്റി എപ്പോഴും സെയിം ആയിട്ടിരിക്കും. 1 മീറ്റർ ലെങ്ത്തുള്ള കോപ്പർ വയർ ആയാലും 1 കിലോമീറ്റർ ലെങ്ത്തുള്ള കോപ്പർ വയർ ആയാലും ഇനി 1 മീറ്റർ ലെങ്ത്, ഇനി സപ്പോസ് ഒരു 50 മീറ്റർ ലെങ്ത്തുള്ള കോപ്പർ വയർ ആയാലും ആ രണ്ടുപേരെയും ഒരേ ടെമ്പറേച്ചറിലാണ് വെക്കുന്നതെങ്കിൽ, ആ 3 പേരെയും ഒരേ ടെമ്പറേച്ചറിലാണ് വെക്കുന്നതെങ്കിൽ ആ 3 പേർക്കും റെസിസ്റ്റിവിറ്റി സെയിം ആയിരിക്കും. പക്ഷേ റെസിസ്റ്റൻസ് എങ്ങനെയായിരിക്കും? റെസിസ്റ്റൻസ് ഡിഫറൻ്റ് ആയിരിക്കും. കാരണം റെസിസ്റ്റൻസ് ആരെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യും? അത് ലെങ്ത്തിനെ ഡിപ്പെൻഡ് ചെയ്യും, ഏരിയ ഓഫ് ക്രോസ് സെക്ഷനെ ഡിപ്പെൻഡ് ചെയ്യും. അപ്പോൾ ഇത് മാറിപ്പോരുത് കേട്ടോ, മറന്നു പോരുത്. സാർ നമ്മൾ കൺഫ്യൂസ്ഡ് ആക്കാൻ വേണ്ടി ക്വസ്റ്റ്യൻ ചോദിക്കും. 2 കോപ്പർ വയേഴ്സ് ഉണ്ട്,
രണ്ടുപേർക്കും രണ്ട് ഡിഫറെൻറ്റ് ലെങ്ത് ആണ്, രണ്ടുപേർക്കും രണ്ട് ഡിഫറെൻറ്റ് ഏരിയ ആണ്, രണ്ടുപേരും ഒരേ ടെമ്പറേച്ചറിൽ വെച്ചിട്ടുണ്ട്. ആദ്യം റെസിസ്റ്റിവിറ്റിയുടെ ഒരു വാല്യൂ തരും. പുതിയ റെസിസ്റ്റിവിറ്റി എന്തായിരിക്കും എന്ന് ക്വസ്റ്റ്യൻ ചോദിക്കും. എന്തായിരിക്കും പുതിയ റെസിസ്റ്റിവിറ്റി? പഴയ വാല്യൂ തന്നെയല്ലേ. കാരണം നമ്മൾ നോക്കേണ്ടത് എന്താ, മെറ്റീരിയൽ മാറിയിട്ടുണ്ടോ? സോ മെറ്റീരിയൽ മാറിയിട്ടില്ല, കോപ്പർ തന്നെയാണ്. ടെമ്പറേച്ചർ മാറിയിട്ടുണ്ടോ? ടെമ്പറേച്ചർ മാറിയിട്ടില്ല, സെയിം ടെമ്പറേച്ചർ തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ പിന്നെ ആര് മാറില്ല? റെസിസ്റ്റിവിറ്റി ഒരിക്കലും മാറില്ല. ഓക്കെ അല്ലേ? ഇനി ഈ മെറ്റൽസിനും അലോയ്സിനും എല്ലാം റെസിസ്റ്റിവിറ്റി കുറവായിരിക്കും. മെറ്റൽസിനും അലോയ്സിനും എല്ലാം റെസിസ്റ്റിവിറ്റി വാല്യൂ കുറവായിരിക്കും. എന്നാൽ ഇൻസുലേറ്റേഴ്സിന് റെസിസ്റ്റിവിറ്റിയുടെ വാല്യൂ വളരെ കൂടുതലായിരിക്കും. ഇപ്പോൾ റബ്ബർ, ഗ്ലാസ് പോലത്തെ ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽസ് എടുത്തു കഴിഞ്ഞാൽ അവർക്ക് റെസിസ്റ്റിവിറ്റി ഈസ് വെരി വെരി ഹൈ, വളരെ ഹൈ ആയിരിക്കും. എന്നാൽ മെറ്റൽസിനും അലോയ്സിനും റെസിസ്റ്റിവിറ്റി എങ്ങനെയായിരിക്കും? കുറവായിരിക്കും. ഇനി ഈ അലോയ്സ് എന്ന് പറഞ്ഞാൽ എന്താ? മെറ്റൽസ് കമ്പൈൻ ചെയ്താണ് അലോയ്സ് ഫോം ചെയ്യുന്നത് അല്ലേ? 3, 4, 5 എത്രയും മെറ്റൽസ്, മോർ ദാൻ 1 മെറ്റൽസ്, അവരെ കമ്പൈൻ ചെയ്ത് നമ്മൾ അലോയ് ഫോം ചെയ്യുന്നത്. അപ്പോൾ ഒരു അലോയുടെ റെസിസ്റ്റിവിറ്റി എപ്പോഴും അതിൻ്റെ കോൺസ്റ്റിറ്റ്യൂൻറ്റ് മെറ്റൽസിൻ്റെ റെസിസ്റ്റിവിറ്റിയേക്കാളും കൂടുതലായിരിക്കും. അപ്പോൾ നമുക്കറിയാം നിക്രോം, നിക്കൽ, ക്രോമിയം, അലുമിനിയം, അങ്ങനെ കുറേ പേര് കമ്പൈൻ ചെയ്ത് നിക്രോം ഉണ്ടാകുന്നത്. ആ നിക്രോമിൻ്റെ റെസിസ്റ്റിവിറ്റി ഇൻഡിവിജ്വൽ ആയിട്ടുള്ള നിക്കലിൻ്റെയും ക്രോമിയത്തിൻ്റെയും അലുമിനിയത്തിൻ്റെയൊക്കെ റെസിസ്റ്റിവിറ്റിയേക്കാളും എങ്ങനെയായിരിക്കും? കൂടുതലായിരിക്കും. നിക്കൽ, ക്രോമിയം, അയൺ, നിക്കൽ, ക്രോമിയം, അയൺ, അലുമിനിയം, അയൺ, നിക്കൽ, ക്രോമിയം, അയൺ, ഇതൊക്കെയാണ് നിക്രോമിൽ വരുന്നത്. അപ്പോൾ നിക്കലിൻ്റെയും ക്രോമിയത്തിൻ്റെയും അയണിൻ്റെ എല്ലാം റെസിസ്റ്റിവിറ്റിയേക്കാളും കൂടുതലായിരിക്കും ആരുടെ റെസിസ്റ്റിവിറ്റി? again നിക്രോം എന്ന് പറയുന്ന അലോയുടെ റെസിസ്റ്റിവിറ്റി. ശ്രദ്ധിക്കുക കേട്ടോ, നിക്കൽ, ക്രോമിയം, അയണൊക്കെയാണ് നിക്രോമിനകത്ത് വരുന്നത്. ഓക്കെ, ഇത് ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി അലോയ്സിൻ്റെ പ്രത്യേകത, ഈ ടെമ്പറേച്ചർ കൂട്ടിക്കഴിഞ്ഞാൽ അലോയ്സ് പെട്ടെന്ന് ഓക്സിഡൈസ് ചെയ്യില്ല. പെട്ടെന്ന് ഓക്സിഡൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്യുക, ബേൺ ചെയ്തു പോവുക. അപ്പോൾ ടെമ്പറേച്ചർ കൂട്ടിക്കഴിഞ്ഞാലും അലോയ്സ് പെട്ടെന്നൊന്നും ബേൺ ചെയ്ത് പോവില്ല. അങ്ങനെ പെട്ടെന്നൊന്നും ബേൺ ചെയ്ത് പോകാത്തതുകൊണ്ട് നമ്മൾ ഹീറ്റിംഗ് എലിമെൻറ്റ്സ് ആയിട്ട് സാധാരണ അലോയ്സിനെ യൂസ് ചെയ്യാറുള്ളത്. ഇലക്ട്രിക് അയൺ ബോക്സ്, ഇലക്ട്രിക് ഹീറ്റർ, ബ്രെഡ് ടോസ്റ്റർ, ഇതിലൊക്കെ ഹീറ്റിംഗ് കോയിൽസ് ഉണ്ട്. ആ ഹീറ്റിംഗ് കോയിൽസ് ആയിട്ട് നമ്മൾ ആരെ യൂസ് ചെയ്യാറുണ്ട്? അലോയ്സിനെ യൂസ് ചെയ്യാറുണ്ട്. again ടങ്സ്റ്റൺ ആണ് നമ്മൾ ബൾബിൽ യൂസ് ചെയ്യുന്നത്. കാരണം ടങ്സ്റ്റൻ്റെ റെസിസ്റ്റിവിറ്റി നിക്രോം ഉണ്ട്. ആക്ച്വലി നിക്രോമാണ് ഹീറ്റിംഗ് കോയിലൊക്കെ യൂസ് ചെയ്യുന്നത് കേട്ടോ. again നിക്രോമിനേക്കാളും മെൽറ്റിംഗ് പോയിൻ്റൊക്കെ കൂടിയാണ് ടങ്സ്റ്റൺ. ഈ ടങ്സ്റ്റൺ നമ്മളിവിടെ യൂസ് ചെയ്യാറുണ്ട്, എക്സ്ക്ലൂസീവായിട്ട് നമ്മൾ ഫിലമെൻറ്റ്സിലൊക്കെ യൂസ് ചെയ്യാറുണ്ട്. അതിന് കാരണം എന്താ? ദ കനോട്ട് ബേൺ ഈസിലി. പെട്ടെന്ന് ഒരു ഹൈ ടെമ്പറേച്ചറിൽ പെട്ടെന്ന് ബേൺ ചെയ്ത് പോകത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ അവരെ ആ പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. ഇനി കോപ്പറും അലുമിനിയൊക്കെ എടുത്ത് കഴിഞ്ഞാൽ അവർക്ക് റെസിസ്റ്റിവിറ്റി കുറവാണ്. അവർ നമ്മൾ കണക്ഷൻ വയേഴ്സായിട്ട് യൂസ് ചെയ്യാറുണ്ട്. അല്ലെ, കോപ്പറും അലുമിനിയത്തിനും റെസിസ്റ്റിവിറ്റി കുറവാണ്. സോ ദേ ആർ യൂസ്ഡ് ആസ് കണക്ഷൻ വയേഴ്സ്. ഇപ്പോൾ നിക്രോമിനും അതുപോലെ തന്നെ ടങ്സ്റ്റനും എല്ലാം റെസിസ്റ്റിവിറ്റി കൂടുതലാണ്. എന്നാൽ കോപ്പറിനും അലുമിനിയത്തൊക്കെ റെസിസ്റ്റിവിറ്റി എങ്ങനെയാണ്? കുറവാണ്. ഓക്കെ അല്ലേ? അപ്പോൾ അതിനനുസരിച്ചാണ് നമ്മൾ ഓരോ പർപ്പസിന് വേണ്ടി നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ജസ്റ്റ് സമ്മറൈസ് ചെയ്തിരിക്കുക കേട്ടോ. ജസ്റ്റ് നോക്കിക്കോളൂ. The SI unit of resistivity is ohm meter. It is a characteristic property of a material. It is a characteristic property of a material. നമ്മൾ പറഞ്ഞൊരു മെറ്റീരിയലിൻ്റെ പ്രോപ്പർട്ടിയാണത്. ഒരു മെറ്റീരിയലിനെ ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആക്കി വെച്ച് കഴിഞ്ഞാൽ റെസിസ്റ്റിവിറ്റി എപ്പോഴും സെയിം ആയിരിക്കും. The metals and alloys have very low resistivity in the range of 10⁻⁻8 ohm meter to 10⁻⁻6 ohm meter. ആർക്കൊക്കെയാണ്? മെറ്റൽസിനും അലോയ്സിനും എല്ലാം റെസിസ്റ്റിവിറ്റി ഭയങ്കര കുറവാണ്. ഇൻ ദി റേഞ്ച് ഓഫ് 10⁻⁻8 ohm meter to 10⁻⁻6 ohm meter. അപ്പോൾ അലോയ്സിനും again മെറ്റൽസിനും എല്ലാം റെസിസ്റ്റിവിറ്റി കുറവാണ്. ദേ ആർ ഗുഡ് കണ്ടക്ടേഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റി. അപ്പോൾ ഒന്ന് കണ്ടുപിടിക്കാൻ ചെയ്യാൻ പറ്റും, ഒരാൾക്ക് റെസിസ്റ്റിവിറ്റി കുറവാണെങ്കിൽ ഇറ്റ് ഇസ് എ ഗുഡ് കണ്ടക്ടർ. കാരണം റെസിസ്റ്റിവിറ്റി കുറവാണെങ്കിൽ എന്തും കൂടുതലായിരിക്കും? എന്ത് കുറവായിരിക്കും? റെസിസ്റ്റൻസും കുറവായിരിക്കും കേട്ടോ. സോ ഇറ്റ് ഇസ് എ ഗുഡ് കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി. Insulators like rubber and glass have resistivity in the order of 10⁻12 to 10⁻17 ohm meter. Insulators like rubber and glass have resistivity in the order of 10⁻12 to 10⁻17 ohm meter. മെറ്റൽസിൻ്റെ 10⁻⁻8 to 10⁻⁻6 ആണ്. അലോയ്സിനൊക്കെ 10⁻12 to 10⁻17 ohm meter ആണ് വരുന്നത്. സോറി, ഇൻസുലേറ്റേഴ്സിന് വരുന്നത്. നമുക്ക് വളരെ വലിയ വ്യത്യാസം വരുന്നില്ലേ? 10⁻⁻8 എന്ന് പറഞ്ഞാൽ ഡെസിമൽ കഴിഞ്ഞ് 7 0 കഴിഞ്ഞാൽ 1 എഴുതുക. 10⁻12 എന്ന് പറഞ്ഞാലോ 1 കഴിഞ്ഞ് 12 0 ഇടണം. ഒരു ലാർജ് ഡിഫറൻസ് വന്നു. ബോത്ത് ദ റെസിസ്റ്റൻസ് ആൻഡ് റെസിസ്റ്റിവിറ്റി ഓഫ് എ മെറ്റീരിയൽ വേരി വിത്ത് ടെമ്പറേച്ചർ. റെസിസ്റ്റൻസും റെസിസ്റ്റിവിറ്റിയും ടെമ്പറേച്ചർ അനുസരിച്ച് വേരി ചെയ്യും. ബോത്ത് റെസിസ്റ്റൻസ് ആൻഡ് റെസിസ്റ്റിവിറ്റി ഓഫ് എ മെറ്റീരിയൽ വേരി വിത്ത് ടെമ്പറേച്ചർ. അവരെല്ലാം ടെമ്പറേച്ചർ അനുസരിച്ച് വേരി ചെയ്യുന്നുണ്ട്. അപ്പോൾ ബോത്ത്
റെസിസ്റ്റൻസ് ആൻഡ് റെസിസ്റ്റിവിറ്റി ഓഫ് മെറ്റീരിയൽ വേരി വിത്ത് ടെമ്പറേച്ചർ. റെസിസ്റ്റൻസും റെസിസ്റ്റിവിറ്റിയും എന്ന ടെമ്പറേച്ചർ അനുസരിച്ച് വേരി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ദ റെസിസ്റ്റിവിറ്റി ഓഫ് ആൻ അലോയ് ഈസ് ജനറലി ഹയർ ദാൻ ദാറ്റ് ഓഫ് ഇറ്റ്സ് കോൺസ്റ്റിറ്റ്യൂവൻറ്റ് മെറ്റൽ. അത് ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് ആണ്. ദ റെസിസ്റ്റിവിറ്റി ഓഫ് ആൻ അലോയ് ഈസ് ജനറലി ഹയർ ദാൻ ദി കോൺസ്റ്റിറ്റ്യൂവൻറ്റ് മെറ്റൽ. ആ മെറ്റലിൻ്റെ റെസിസ്റ്റിവിറ്റിയേക്കാളും ഇമ്പോർട്ടൻ്റ് ആണോ പുറത്ത് വയ്ക്കുക. The resistivity of an alloy is generally higher than that of its constituent metal. അല്ലേ, രണ്ട് മെറ്റൽ ഇപ്പോൾ അയേണും കോപ്പറും കൂടി ചേർത്ത് ഞാൻ അലോയ് ഉണ്ടാക്കുന്നതായിരിക്കുക. അപ്പോൾ അലോയുടെ റെസിസ്റ്റിവിറ്റി അയേണിനേക്കാളും കോപ്പറിനേക്കാളും ഒക്കെ എങ്ങനെയായിരിക്കും, കൂടുതലായിരിക്കും. Alloys do not oxidize readily at a high temperature. For this reason, they are commonly used in electrical heating devices like electric iron and toasters etc. ഇതിൻ്റെയൊക്കെ റീസൺ ചോദിക്കും. ഇപ്പോൾ റീസൺ ഓർത്ത് വയ്ക്കണം. Alloys do not oxidize readily at high temperature. ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്യാം. അപ്പോൾ ഹൈ ടെമ്പറേച്ചർ അലോയ്സ് വളരെ പെട്ടെന്നൊന്നും ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്യില്ല. ഫോർ ദിസ് റീസൺ ദേ ആർ കോമൺലി യൂസ്ഡ് ഇൻ ഇലക്ട്രിക്കൽ ഹീറ്റിംഗ് ഡിവൈസസ് ലൈക്ക് ഇലക്ട്രിക് അയൺ ടോസ്റ്റേഴ്സ് എക്സെട്ര. അപ്പോൾ ഇലക്ട്രിക് അയൺസും ടോസ്റ്ററിലും എല്ലാം അലോയ്സ് യൂസ് ചെയ്യാനുള്ള റീസൺ അതാണ് കേട്ടോ. ടങ്സ്റ്റൺ ഈസ് used almost exclusively for filaments of electric bulb. Tungsten has very high melting point and high resistivity. Tungsten is used almost exclusively for filaments of electric bulb. Tungsten has a very high melting point and resistivity. Tungsten very high melting point and high resistivity ഉണ്ട്. Very high melting point and high resistivity. ആർക്കാ? ടങ്സ്റ്റൺ. ടങ്സ്റ്റൺ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഫിലമെൻറ്റ്സ് ഓഫ് ഇലക്ട്രിക് ബൾബ്. ഇലക്ട്രിക് ബൾബിൻ്റെ ഫിലമെൻറ്റ്സ് മേക്ക് ചെയ്യാൻ വേണ്ടി ടങ്സ്റ്റൺ യൂസ് ചെയ്യാറുണ്ട്. അതിന് കാരണം എന്താ? ഇറ്റ് ഹാസ് വെരി ഹൈ മെൽട്ടിംഗ് പോയിൻ്റ് ആൻഡ് ഹൈ റെസിസ്റ്റിവിറ്റി. മെൽട്ടിംഗ് പോയിൻറ്റ് കൂടുതലാണ്, റെസിസ്റ്റിവിറ്റി എങ്ങനെയാണ്? കൂടുതലാണ്. ഓക്കെ. Copper and aluminum are generally used for electrical transmission lines because they have low resistance. ആ കോപ്പറിനും അലുമിനിയത്തും റെസിസ്റ്റൻസ് ഭയങ്കര കുറവാണ്. അതുകൊണ്ട് അവർ കണക്ഷൻ വയേഴ്സായിട്ട് ട്രാൻസ്മിഷൻ ലൈൻസിൻ്റെ വേണ്ടി യൂസ് ചെയ്യാറുണ്ട്. കാരണം ട്രാൻസ്മിഷൻ ലൈനിന് റെസിസ്റ്റൻസ് കൂടിക്കഴിഞ്ഞാൽ ഇലക്ട്രിക്കൽ എനർജി ഹീറ്റിൻ്റെ ഫോമിൽ ലോസായി പോകും. ആ ലോസാവുന്ന എമൗണ്ട് കൂടും. അപ്പോൾ കുറയ്ക്കാൻ വേണ്ടി റെസിസ്റ്റൻസ് കുറഞ്ഞ വയറുകൾ യൂസ് ചെയ്താൽ മതി. അപ്പോൾ അവർ കോപ്പറും അലുമിനിയം എല്ലാം ഇലക്ട്രിക്കൽ ട്രാൻസ്മിഷൻ ലൈൻസായിട്ട് യൂസ് ചെയ്യാറാണ്. കാരണം എന്താ? ദേ ഹാവ് ലോ റെസിസ്റ്റൻസ്. ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വയ്ക്കുക കേട്ടോ. അപ്പോൾ ഇതിനകത്ത് അണ്ടർലൈൻ ചെയ്ത കാര്യങ്ങൾ ജസ്റ്റ് ഓർത്ത് വയ്ക്കുക. മെറ്റൽസിൻ്റെ അലോയ്സിൻ്റെ എല്ലാം റെസിസ്റ്റിവിറ്റി റേഞ്ച് എത്രയാണ്? 10⁻⁻8 ഓം മീറ്റർ ടു 10⁻⁻6 ഓം മീറ്റർ ആണ്. അവർ ഗുഡ് കണ്ടക്ടേഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റി ആണ്. ഇൻസുലേറ്റേഴ്സ് ലൈക്ക് റബ്ബറിനും ഗ്ലാസിനുള്ള റെസിസ്റ്റിവിറ്റി റേഞ്ച് 10⁻12 ടു 10⁻17 ഓം മീറ്റർ ആണ്. ഓക്കെ. ഇനിയൊരു ടേബിൾ നിങ്ങളുടെ ബുക്കിനകത്ത് തന്നിട്ടുണ്ട്. അത് നോക്കിക്കഴിഞ്ഞാൽ ഓരോ മെറ്റീരിയലിൻ്റെയും റെസിസ്റ്റൻസും റെസിസ്റ്റിവിറ്റി കൃത്യമായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ അതൊക്കെ ഈ ടേബിൾ ബൈഹാർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ ബുക്കിനകത്ത് തന്നെ മെൻഷൻ ചെയ്യുന്നുണ്ട്. ഈ ടേബിൾ കാണാൻ പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒരു കമ്പാരിസന് വേണ്ടി തന്നിരിക്കുകയാണ്. അപ്പോൾ ആദ്യം കുറേ കണ്ടക്ടേഴ്സാണ് തന്നിരിക്കുന്നത്, പിന്നെ കുറച്ച് അലോയ്സും, പിന്നെ കുറച്ച് ഇൻസുലേറ്റേഴ്സും. അപ്പോൾ ആദ്യം കണ്ടക്ടിങ് മെറ്റീരിയൽസ് നോക്കൂ. സിൽവർ, കോപ്പർ, അലുമിനിയം, ടങ്സ്റ്റൺ, നിക്കൽ, അയൺ, ക്രോമിയം, മെർക്കുറി, മാംഗനീസ് എക്സെട്ര. അവരുടെ എല്ലാം റെസിസ്റ്റിവിറ്റി തന്നിട്ടില്ലേ? സിൽവറിന് 1.60 × 10⁻⁻8 ആണ്. കോപ്പറിന് 1.62 × 10⁻⁻8 അല്ലേ? നിയർലി സെയിം. കോപ്പറിന് കുറച്ച് കൂടുതലാണ്, എന്നാൽ നിയർലി സെയിം. അലുമിനിയത്തിന് 2.63 × 10⁻⁸ ആണ്. വീണ്ടും കൂടിയില്ലേ? ടങ്സ്റ്റന് 5.20 × 10⁻⁸ ആണ്. നിക്കലിന് 6.84 × 10⁻⁸. നിക്കലിൻ്റെ വാല്യൂ ഭയങ്കരമായിട്ട് കൂടി. എഗെയിൻ അയേണിന് 10.0 × 10⁻⁸. ക്രോമിയത്തിന് 12.9 × 10⁻⁸. മെർക്കുറിക്ക് 94.0 × 10⁻⁸. മാംഗനീസിന് 1.84 × 10⁻⁶ വരുന്നത്. ഇത്രയാണ് അതിനകത്ത് അലോയ്സ് വരുന്നത്, മെറ്റൽസ് വരുന്നത്. അല്ല, ഏറ്റവും കൂടിയ വാല്യൂ മെർക്കുറിക്കാണ് മാർക്ക് ചെയ്തിരുന്നത് 94. ഓക്കെ അല്ലേ? ഇപ്പോൾ റെസിസ്റ്റിവിറ്റി കുറഞ്ഞ ആൾ ഗുഡ് കണ്ടക്ടറാണ് കേട്ടോ. റെസിസ്റ്റിവിറ്റി കൂടിക്കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ ബാഡ് കണ്ടക്ടർ. ക്ലിയർ ആണോ? ഇപ്പോൾ റെസിസ്റ്റിവിറ്റി വളരെ കുറഞ്ഞ ആൾ ഇറ്റ്സ് എ ഗുഡ് കണ്ടക്ടർ. കാരണം ഇലക്ട്രിസിറ്റി കൊടുക്കുന്ന ഒപ്പോസിഷൻ ഭയങ്കര കുറവായിരിക്കും. ഓക്കെ അല്ലേ? ഇനി കുറച്ച് അലോയ്സ് നോക്കൂ. അടുത്ത് കോൺസ്റ്റാൻ്റ് ആണെന്നുള്ള അലോയാണ് വിശദീകരിക്കുന്നത്.
അലോയ്സ് ഓഫ് കോപ്പർ ആൻഡ് നിക്കൽ. കോൺസ്റ്റൻ്റ് എന്ന് പറഞ്ഞാൽ കോപ്പറിൻ്റെയും നിക്കലിൻ്റെയും അലോയാണ്. ഓക്കെ അല്ലേ? അയാളുടെ റെസിസ്റ്റിവിറ്റി നോക്കൂ, 49 × 10⁻6 അല്ലേ? ഓക്കെ, കോപ്പറിൻ്റെ റെസിസ്റ്റിവിറ്റി എത്രയാണ്? 1.62 × 10⁻8 ആണ്. നിക്കലിൻ്റെയോ 6.84 × 10⁻8 ആണ്. ആ രണ്ടും കൂടി ചേർന്നുണ്ടായിട്ടുള്ള കോൺസ്റ്റൻറ്റിൻ്റെ റെസിസ്റ്റിവിറ്റി എത്രയാണ്? 49 × 10⁻6 ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, എന്താ പറഞ്ഞിട്ടുണ്ടായിരുന്നു? അലോയ്സിൻ്റെ റെസിസ്റ്റിവിറ്റി കോൺസ്റ്റിറ്റ്യൂവൻറ്റ് മെറ്റൽസിൻ്റെ റെസിസ്റ്റിവിറ്റിയേക്കാളും കൂടുതലായിരിക്കും എന്ന് പറഞ്ഞു. ക്ലിയർ അല്ലേ? ഇനി മംഗാനിൻ വേറെ അലോയാണ്, അലോയ് ഓഫ് കോപ്പർ, മാംഗനീസ് ആൻഡ് നിക്കൽ. കോപ്പറും മാംഗനീസും നിക്കലും ചേർന്നാണ് മംഗാനിൻ ഉണ്ടാകുന്നത്. അലോയ് ഓഫ് കോപ്പർ, മാംഗനീസ് ആൻഡ് നിക്കൽ. എന്നിട്ട് ഈ കാര്യങ്ങളൊന്ന് പഠിച്ചു വയ്ക്കുക കേട്ടോ. അത് ആരുടെയൊക്കെ അലോയാണെന്നുള്ള ആ കാര്യം മാത്രം ഓർത്ത് വയ്ക്കുക. നോക്കൂ, 44 × 10⁻6 ആണ്. ഓക്കെ, എഗൈൻ വീണ്ടും നോക്കൂ, കോപ്പറിന് റെസിസ്റ്റിവിറ്റി 1.62 × 10⁻8 ആണ്. മാംഗനീസിന് 1.84 × 10⁻6 ആണ്. നിക്കലിന് 6.84 × 10⁻8 ആണ്. എന്നാൽ കിട്ടിയിരിക്കുന്ന മംഗാനിനോ 44 × 10⁻6 ആണ്. ആ കോൺസ്റ്റിറ്റ്യൂവൻറ്റ് മെറ്റൽസിൻ്റെ വാല്യൂവിനേക്കാളൊക്കെ കൂടുതലല്ലേ? ശരിയല്ലേ? അപ്പോൾ അവരുടെ റെസിസ്റ്റിവിറ്റി ഭയങ്കര കൂടി. അപ്പോൾ അലോയുടെ റെസിസ്റ്റിവിറ്റി കോൺസ്റ്റിറ്റ്യൂവൻറ്റ് മെറ്റീരിയൽസിൻ്റെ റെസിസ്റ്റിവിറ്റിയേക്കാളും കൂടുതലായിരിക്കും. നിക്രോം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നമുക്ക് ആവശ്യമുള്ള കാര്യമാണ്. ഒത്തിരി അപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ട് അല്ലേ? അലോയ് ഓഫ് നിക്കൽ, ക്രോമിയം, മാംഗനീസ് ആൻഡ് അയേൺ. ഓർത്ത് വയ്ക്കുക കേട്ടോ. അലുമിനിയം അതിനകത്ത് ഇല്ല കേട്ടോ, അലുമിനിയം ഇല്ല. നിക്കൽ, ക്രോമിയം, മാംഗനീസ് ആൻഡ് അയേൺ, അതാണ് നിക്രോം. ആ നിക്രോമിൻ്റെ റെസിസ്റ്റിവിറ്റി നോക്കൂ, വെരി വെരി ഹൈ അല്ലേ? 100 × 10⁻6 അല്ലേ? ഈ ബാക്കി ആൾക്കാരുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഭയങ്കര കൂടുതലാണ്. ഇതിന് താഴെയുള്ള ആൾക്കാർക്ക് ഏറ്റവും കൂടുതൽ കേട്ടോ, അത് ഇൻസുലേറ്റേഴ്സാണ്. ഈ കണ്ടക്റ്റിംഗ് മെറ്റീരിയൽസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇയാൾക്ക് ഭയങ്കര കൂടുതലാണ്. 100 × 10⁻6 ആണ്. അതിൽ നിക്കലിൻ്റെ റെസിസ്റ്റിവിറ്റി 6.84 × 10⁻8 ആണ്. ക്രോമിയത്തിൻ്റെ റെസിസ്റ്റിവിറ്റി 12.9 × 10⁻8 ആണ്. മാംഗനീസിൻ്റെ 1.84 × 10⁻6 ആണ്. അവിടെ ആ തന്നിരിക്കുന്ന മെറ്റൽസിൻ്റെ ലിസ്റ്റിൽ, കണ്ടക്ടേഴ്സിൻ്റെ ലിസ്റ്റിൽ മാംഗനീസാണ് റെസിസ്റ്റിവിറ്റി ഏറ്റവും കൂടുതൽ. പിന്നെ അയേണിൻ്റെ റെസിസ്റ്റിവിറ്റി എത്രയാണ്? 10.0 × 10⁻8 ആണ്. ഇതെല്ലാം കൂടെ കമ്പൈൻഡായി ഫോം ചെയ്ത നിക്രോമിനോ 100 × 10⁻6 ആണ്. അവരെക്കാളൊക്കെ ഒത്തിരി കൂടുതലാണ്. ശരിയല്ലേ? അപ്പോൾ വീണ്ടും നോക്കൂ, ഒരു അലോയുടെ റെസിസ്റ്റിവിറ്റി കോൺസ്റ്റിറ്റ്യൂവൻറ്റ് മെറ്റീരിയൽസിൻ്റെ റെസിസ്റ്റിവിറ്റിയേക്കാളും വളരെ കൂടുതലാണ്. ഇനി അടുത്ത് ഇൻസുലേറ്റേഴ്സ് തന്നിട്ടുണ്ട്. ഗ്ലാസ്, ഹാർഡ് റബ്ബർ, എബണൈറ്റ്, ഡയമണ്ട്, പേപ്പർ ഡ്രൈ. ഓക്കെ, റെസിസ്റ്റീവ് റേഞ്ച് 10⁻10 × 10⁻14. ഇവരുടെ കാലമൊക്കെ എത്രയോ ടൈംസ് കൂടുതലല്ലേ? ഇതൊക്കെ 10⁻6 വരുന്നത്, 10⁻10 സംതിങ് വരുന്നത്. ഇനി ഹാർഡ് റബ്ബർ 10⁻13 × 10⁻16. എബണൈറ്റ് 10⁻15 × 10⁻17. ഡയമണ്ട് 10⁻12 × 10⁻13. പേപ്പർ ഡൈ 10⁻12. അപ്പോൾ 10⁻16 17 വരുന്ന ആൾക്കാരുണ്ട് അല്ലേ? ഹാർഡ് റബ്ബറിന് അപ് ടു 10⁻16 വരെ റേഞ്ച് പറയുന്നത്. എബണൈറ്റ് റോഡിന് അപ് ടു 10⁻17 വരെയൊക്കെ റേഞ്ച് പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് കണ്ടക്ടേഴ്സിൻ്റെയും ഇൻസുലേറ്റേഴ്സിൻ്റെയൊക്കെ റെസിസ്റ്റിവിറ്റി റേറ്റ്. ഓക്കെ അല്ലേ? ഇനി ഇത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം എന്താ? നമ്മൾ നേരത്തെ പറഞ്ഞു, റെസിസ്റ്റിവിറ്റി കൂടിക്കഴിഞ്ഞാൽ റെസിസ്റ്റൻസിൻ്റെ വാല്യൂ കൂടുകയും ചെയ്യുന്നത്. റെസിസ്റ്റൻസ് കൂടിക്കഴിഞ്ഞാൽ കറണ്ടിൻ്റെ വാല്യൂ കുറയുകയും ചെയ്യുന്നത്. അപ്പോൾ അത് ഒരു ഗുഡ് കണ്ടക്ടർ ആയിരിക്കില്ല, അത് കറണ്ടിന് അത്ര സ്മൂത്തായിട്ട് കടത്തിവിടില്ല. അപ്പോൾ റെസിസ്റ്റിവിറ്റി ഏറ്റവും കൂടിയ ആൾക്കാർക്കും കണ്ടക്ടിവിറ്റി ഏറ്റവും കുറവ്. റെസിസ്റ്റിവിറ്റി ഏറ്റവും കുറഞ്ഞ ആൾക്കാർക്കും കണ്ടക്ടിവിറ്റി ഏറ്റവും കൂടുതൽ. ഓക്കെ അല്ലേ? ഇനി ആ ടേബിൾ നോക്കൂ. ആ കണ്ടക്ടേഴ്സിൻ്റെ കേസിൽ റെസിസ്റ്റിവിറ്റി ഏറ്റവും കുറവാർക്കാം, അത് സിൽവറിനാണ്. 1.60 × 10⁻−8 ആണ്. ശരിയല്ലേ? എഗൈൻ കോപ്പറിൻ്റെ ഏകദേശം അടുത്ത് തന്നെ വരുന്നത് 1.62 സംതിങ് വരുന്നുണ്ട്. എന്നാലും കമ്പാരിസൺ നടത്തുമ്പോൾ സിൽവറിനുള്ള ഏറ്റവും കുറവ്. സോ സിൽവർ മെറ്റൽ ഈസ് ദി ബെസ്റ്റ് കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി. കൺക്ലൂഡ് ചെയ്യാലോ? സിൽവർ മെറ്റൽ ഈസ് ദി ബെസ്റ്റ് കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി. സിൽവർ മെറ്റൽ ഈസ് ദി ബെസ്റ്റ് കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി. ഈ ടേബിളുമായിട്ട് കമ്പയർ ചെയ്ത് പറയാൻ പറ്റും അല്ലേ? അത് കഴിഞ്ഞാൽ പിന്നെ കോപ്പർ ആയിരിക്കും വരും. ഫോളോഡ് ബൈ കോപ്പർ, അലുമിനിയം, ഗോൾഡൊക്കെ വരും കഴിഞ്ഞിട്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത് ക്ലിയർ അല്ലേ? അപ്പോൾ റെസിസ്റ്റിവിറ്റിയുടെ കാര്യം കൂടിക്കഴിഞ്ഞാൽ മീനിങ് എന്താ? കണ്ടക്ടിവിറ്റി കുറഞ്ഞു എന്നാണ് കേട്ടോ. അത് പിന്നെ ഗുഡ് കണ്ടക്ടർ അല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സിൽവറാണ് ബെസ്റ്റ് കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി. പക്ഷെ നമ്മൾ കണക്ഷൻ വയേഴ്സായിട്ട് സിൽവർ ഒന്നും യൂസ് ചെയ്യാറില്ല, കോപ്പറും അലുമിനിയൊക്കെ യൂസ് ചെയ്യുക. കാരണം സിൽവർ ഭയങ്കര കോസ്റ്റ്ലിയാണ്. ഓക്കെ അല്ലേ? സോ ഇനി നമുക്ക് ഈ ഏരിയയുമായി റിലേറ്റ് ചെയ്ത 1-2 ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കാം കേട്ടോ. നിങ്ങളുടെ ടെക്സ്റ്റിനകത്തുള്ള എക്സസൈസ് ക്വസ്റ്റ്യൻ തന്നെയാണ്. എക്സാമ്പിൾ 12.3.
how much current will an electric bulb draw from a 220 volt source if the resistance of the bulb filament is 1200 ohm? A second portion ഉണ്ട്. How much current will an electric heater coil draw from a 220 volt source if the resistance of the heater coil is 100 ohm? ഓക്കെ, അപ്പോൾ അതിൻ്റെ ഇലക്ട്രിക് ബൾബല്ലേ, ബൾബിൻ്റെ റെസിസ്റ്റൻസ് നോക്കൂ, ഫിലമെൻ്റ് റെസിസ്റ്റൻസ് 1200 ഓമാണ് പറയുന്നത്, ഇലക്ട്രിക് ഹീറ്ററിൻ്റെ 100 ഓമാണ് പറയുന്നത്. രണ്ട് പേർക്കും കൊടുത്തിരിക്കുന്ന വോൾട്ടേജ് സെയിം അല്ലേ, ഓരോരുത്തരും എത്ര കറണ്ട് ഡ്രോ ചെയ്യുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. ഫസ്റ്റ് വൺ ആൻസർ ചെയ്ത് നോക്കാം. ആദ്യത്തേത് തന്ന വാല്യൂസ് എഴുതാം. എത്ര പൊട്ടൻഷ്യൽ വോൾട്ടേജ് 220 വോൾട്ട്, എത്ര റെസിസ്റ്റൻസ് R is equal to 1200 ohm. 200 ohm. How much current will an electric bulb draw from a 220 volt source if the resistance of the bulb filament is 1200 ohm? അപ്പോൾ ഡ്രോ ചെയ്യുന്ന കറണ്ട് കണ്ടുപിടിക്കാൻ ഓംസിലെ യൂസ് ചെയ്യാലോ. I is equal to V divided by R എന്ന് എഴുതാലോ. കാരണം V equal I into R ആണ്, അപ്പോൾ I equal to V by R ആണ്. Equal to 220 divided by 1200 എന്ന് കിട്ടും. 220 divided by 1200 അല്ലെ, ഓംസിലോ ഉപയോഗിച്ച് കറണ്ട് കണ്ടുപിടിച്ചു. അഗൈൻ വിയുടെ വാല്യൂം ആറിൻ്റെ വാല്യൂം ക്വസ്റ്റിനകത്തുണ്ടായിരുന്നു. അത് അപ്ലൈ ചെയ്ത പൊട്ടൻഷ്യലിൻ്റെ വാല്യൂം, അഗൈൻ അതേ വോൾട്ടേജിൻ്റെ വാല്യൂം, റെസിസ്റ്റൻസിൻ്റെ വാല്യൂ അവിടെ ഉണ്ടായിരുന്നു, ക്വസ്റ്റിനകത്തുണ്ടായിരുന്നു. ഓക്കെ, സോ കിട്ടുന്ന ആൻസർ 0.18 ആംപിയർ എന്ന് കിട്ടും. 0.18 ആംപിയർ. അപ്പോൾ ഒരു 220 വോൾട്ട് സോഴ്സിലേക്ക് 1200 ഓം റെസിസ്റ്റൻസുള്ള ഒരു ബൾബ് കണക്ട് ചെയ്തപ്പോൾ എഗൈൻ എത്ര കറണ്ടാണ് ബൾബ് കൂടെ ഫ്ലോ ചെയ്ത്, അതിൽ ബൾബ് ആ സോഴ്സിന് എത്ര കറണ്ടാണ് ഡ്രോ ചെയ്ത്, അത് 0.18 ആംപിയർ ആണ്. സ്മോൾ കറണ്ട് അല്ലേ, 0.18 ആംപിയർ. ഇനി എൻ്റെ ബി എന്നുള്ള പോർഷൻ സോൾവ് ചെയ്യാം. സെക്കൻഡ് പോർഷൻ അടുത്ത് തന്നെ എഴുതാതെ. ബി പോർഷൻ നോക്കൂ. ഹൗ മച്ച് കറണ്ട് വിൽ ആൻ ഇലക്ട്രിക് ഹീറ്റർ കോയിൽ ഡ്രോ ഫ്രം എ 220 വോൾട്ട് സോഴ്സ് ഇഫ് ദ റെസിസ്റ്റൻസ് ഓഫ് ദി ഹീറ്റർ കോയിൽ ഈസ് 100 ഓം? അപ്പോൾ വീണ്ടും എത്ര വോൾട്ടേജ് വി 220 വോൾട്ട്, അഗൈൻ റെസിസ്റ്റൻസ് R ഈസ് ഈക്വൽ ടു 100 ഓം. ഓംസിലോ അനുസരിച്ച് I ഈസ് ഈക്വൽ ടു V ഡിവൈഡ് ബൈ R അല്ലേ, 220 ഡിവൈഡ് ബൈ 100 ഈസ് ഈക്വൽ ടു 2.2 ആംപിയർ എന്ന് കിട്ടും. 2.2 ആംപിയർ. ക്ലിയർ അല്ലേ? അപ്പോൾ 100 ഓം റെസിസ്റ്റൻസിലെ ഇലക്ട്രിക് ഹീറ്ററിനെ 220 വോൾട്ട് സോഴ്സിലേക്ക് കണക്ട് ചെയ്തപ്പോൾ അയാൾ എത്ര കറണ്ട് ഡ്രോ ചെയ്തു? 2.2 ആംപിയർ കറണ്ട് ഡ്രോ ചെയ്തു. അല്ല, അതിലൂടെ 2.2 ആംപിയർ കറണ്ടാണ് ഫ്ലോ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ രണ്ട് ക്വസ്റ്റ്യൻ ചെയ്ത് നമുക്ക് എന്താ മനസ്സിലാക്കാൻ പറ്റിയത്? രണ്ട് മെറ്റീരിയൽസിനും റെസിസ്റ്റൻസ് ഡിഫറൻ്റ് ആണ്. സോ രണ്ട് പേരും ഡ്രോ ചെയ്യുന്ന കറണ്ടിന് എമൗണ്ടിന് വ്യത്യാസമുണ്ട്. റെസിസ്റ്റൻസ് കൂടിയ ആൾ കുറച്ച് കറണ്ടേ ഡ്രോ ചെയ്തിട്ടുള്ളൂ, റെസിസ്റ്റൻസ് കുറഞ്ഞ ആൾ കൂടുതൽ കറണ്ട് ഡ്രോ ചെയ്തു. രണ്ടിലേക്കും ഒരേ വോൾട്ടേജാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. നമ്മൾ സാധാരണ നമ്മുടെ ഹൗസ് ഹോൾഡ് കണക്ഷൻ എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും ഓപ്പറേറ്റിംഗ് വോൾട്ടേജ് സെയിം ആയിരിക്കും കേട്ടോ, 220 വോൾട്ടാണ് വരിക. അപ്പോൾ റെസിസ്റ്റൻസ് മാറുന്നതിനനുസരിച്ച് റെസിസ്റ്റൻസ് കൂടിയ ആൾ കുറച്ച് കറണ്ട് എടുക്കും, റെസിസ്റ്റൻസ് കുറഞ്ഞ ആൾ കൂടുതൽ കറണ്ട് പാസ് ചെയ്തു. അപ്പോൾ ഇവിടെ നോക്കൂ, രണ്ടിലും കൊടുത്തിരിക്കുന്ന വോൾട്ടേജ് 220 വോൾട്ട് അല്ലേ. ഒരാൾക്ക് റെസിസ്റ്റൻസ് 1200 മറ്റേ റെസിസ്റ്റൻസ് 100 ഓം വരുന്നത്. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ആ റെസിസ്റ്റൻസ് കൂടിയ ആൾ ആ 220 വോൾട്ട് സോഴ്സിൽ നിന്ന് 0.18 ആംപിയർ കറണ്ട് ഡ്രോ ചെയ്ത്, റെസിസ്റ്റൻസ് കുറഞ്ഞ ആളോ 2.2 ആംപിയർ കറണ്ട് ഡ്രോ ചെയ്തു. അപ്പോൾ റെസിസ്റ്റൻസ് മാറിയപ്പോൾ ആർക്ക് വ്യത്യാസം വന്നു? ഫ്ലോ ചെയ്ത കറണ്ടിന് വ്യത്യാസം വന്നിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. എക്സാമ്പിൾ 12.4. The potential difference between the terminals of an electric heater is 60 volt. When it draws a current of 4 ampere from the source, what current will the heater draw if the potential difference is increased to 120 volt? The potential difference between the terminals of an electric heater is 60 volt. Our electric heater inde രണ്ട് ടെർമിനൽസിന് അക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസിൻ്റെ വാല്യൂ 60 വോൾട്ട് ആണ്. അപ്പോൾ ആദ്യത്തെ കേസിൽ കേസ് 1 V ഈക്വൽ ടു 60 വോൾട്ട് ആണ്. വെൻ ഇറ്റ് ഡ്രോസ് എ കറണ്ട് ഓഫ് 4 ആംപിയർ, ഡ്രോ ചെയ്യുന്ന കറണ്ടിൻ്റെ വാല്യൂ I ഈസ് ഈക്വൽ ടു 4 ആംപിയർ ആണ്. ഓക്കെ അല്ലേ? ഇനി കേസ് 2 പറയുന്നത് എന്താ? കേസ് 2 വാട്ട് കറണ്ട് വിൽ ദ ഹീറ്റർ ഡ്രോ if the potential difference is increased to 120 volt? പൊട്ടൻഷ്യൽ ഡിഫറൻസിൻ്റെ വാല്യൂ 120 വോൾട്ട് ആക്കി ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ഇയാൾ എത്ര കറണ്ട് ഡ്രോ ചെയ്യുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് പൊട്ടൻഷ്യൽ ഡിഫറൻസ് 60 വോൾട്ട് ആയപ്പോൾ 4 ആംപിയർ കറണ്ട് ഡ്രോ ചെയ്തു. പൊട്ടൻഷ്യൽ ഡിഫറൻസ് 120 വോൾട്ട് ആകുമ്പോൾ എത്ര
കറണ്ട് ഡ്രോ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആൻസർ നമുക്ക് ഡയറക്റ്റായിട്ട് വേണമെങ്കിൽ പറയാൻ പറ്റും കേട്ടോ. അങ്ങനെ ഡയറക്റ്റ് പറയാം. ഈ രണ്ട് കേസിലും നമ്മൾ ഒരേ ഹീറ്ററിനല്ലേ യൂസ് ചെയ്യുന്നത്, ഒരേ ഹീറ്ററിലെ യൂസ് ചെയ്യുക. അപ്പോൾ ആ ഹീറ്ററിൻ്റെ റെസിസ്റ്റൻസ് എന്തായാലും സെയിം ആയിരിക്കുമല്ലോ. അപ്പോൾ റെസിസ്റ്റൻസ് ആദ്യം കണ്ടുപിടിക്കാം. R is equal to V divided by I, 60 divided by 4 which is equal to 15, അത്രയും ഓം, 15 ഓം കിട്ടും. അപ്പോൾ ഇതാണ് റെസിസ്റ്റൻസിൻ്റെ വാല്യൂ. ആ ഹീറ്ററിൻ്റെ റെസിസ്റ്റൻസ് 15 ഓം ആണ്. ഓക്കെ അല്ലേ? ഇനി സെക്കൻഡ് കേസിലെ കറണ്ടാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ സെക്കൻഡ് കേസിൽ എത്രയാണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ്? V equal to 120 വോൾട്ട്. അഗൈൻ കറണ്ട് I ആണ് കണ്ടുപിടിക്കേണ്ടത്. റെസിസ്റ്റൻസിൻ്റെ വാല്യൂ നമുക്കറിയാലോ, അത് 15 ഓം അല്ലേ? ഈ രണ്ട് കേസിലും റെസിസ്റ്റൻസ് മാറില്ലല്ലോ, കാരണം സെയിം ഹീറ്ററല്ലേ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിന് റെസിസ്റ്റൻസിന് ഫിക്സ്ഡ് വാല്യൂ അല്ലേ. അപ്പോൾ R equal to 15 ഓം. ഇനി അവിടെ നിന്ന് ഇങ്ങനെ കറണ്ട് കണ്ടുപിടിക്കുക. I is equal to V divided by R. So 120 divided by 15 which is equal to 8 ആംപിയർ എന്ന് കിട്ടും. 8 ആംപിയർ. അപ്പോൾ 60 വോൾട്ടിൽ കൊടുത്തപ്പോൾ 4 ആംപിയർ കറണ്ട് ഡ്രോ ചെയ്തു. 120 വോൾട്ട് കൊടുത്തപ്പോൾ 8 ആംപിയർ കറണ്ട് ഡ്രോ ചെയ്തു. ഇത് ക്ലിയർ അല്ലേ? ഇനി നിങ്ങൾ നോക്കിക്കോളൂ, നമ്മളെന്താ ഓംസ് ലോഡ് പറഞ്ഞത്? V പ്രപ്പോർഷണൽ ടു I എന്നല്ലേ പഠിച്ചത്. V പ്രപ്പോർഷണൽ ടു I അല്ലെങ്കിൽ I പ്രപ്പോർഷണൽ ടു V എന്ന് പറയാം. കറണ്ട് പൊട്ടൻഷ്യൽ ഡിഫറൻസിന് ഡയറക്റ്റ്ലി പ്രപ്പോർഷണലാണ്. അപ്പോൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് 60 വോൾട്ട് ആയപ്പോൾ കറണ്ട് 4 ആംപിയർ ആണ്. അടുത്ത് പൊട്ടൻഷ്യൽ 120 വോൾട്ടായി, നേരെ ഡബിൾ ആയിരിക്കുകയാണ്. അപ്പോൾ നോക്കൂ, I പ്രപ്പോർഷണൽ ടു V അല്ലേ, അപ്പോൾ കറണ്ടും ഡബിൾ ആവില്ലേ? അപ്പോൾ കറണ്ട് നേരത്തെ 4 ആംപിയർ ആയിരുന്നു, ഇപ്പോൾ എത്ര ആയിട്ട് മാറി? 8 ആംപിയർ ആയിട്ട് മാറി. ശരിയാണോ? V പ്രപ്പോർഷണൽ ടു I or I പ്രപ്പോർഷണൽ ടു V. കറണ്ട് പൊട്ടൻഷ്യൽ ഡിഫറൻസിന് ഡയറക്റ്റ്ലി പ്രപ്പോർഷണലാണ്. അപ്പോൾ നമുക്ക് ആദ്യം പൊട്ടൻഷ്യൽ ഡിഫറൻസ് 60 വോൾട്ട് ആയിരുന്നു, ഇപ്പോൾ ഇത് 120 വോൾട്ടായിട്ട് മാറി. അതായത് 60 എന്നുള്ളത് 120 ആയി. അതായത് പൊട്ടൻഷ്യൽ ഡിഫറൻസ് നേരെ ഡബിളായി. അപ്പോൾ കറണ്ടും നേരെ ഡബിളായി. കറണ്ട് ആദ്യം 4 ആംപിയർ ആയിരുന്നില്ല, ഇപ്പോൾ എത്ര ആയിട്ട് മാറി? ഇപ്പോൾ അത് 8 ആംപിയർ ആയിട്ട് മാറി. ഓക്കെ അല്ലേ? സോ നെക്സ്റ്റ് വൺ, എക്സാമ്പിൾ 12.5 ആണ്. Resistance of a metal wire of length 1 meter is 26 ohm at 20 degrees Celsius. If the diameter of the wire is 0.3 millimeter, what will be the resistivity of the metal at that temperature? Using the table, നമ്മൾ നേരത്തെ കാണിച്ച റെസിസ്റ്റിവിറ്റി ടേബിളാണ്. Predict the material of the wire. നമ്മൾ നേരത്തെ കണ്ട ടേബിൾ ഉപയോഗിച്ച് ആ മെറ്റീരിയൽ, ആ വയറിൻ്റെ മെറ്റീരിയൽ ഏതാണ് പ്രെഡിക്റ്റ് ചെയ്യാനാണ് പറയുന്നത്. So resistance of a metal wire of length 1 meter is 26 ohm at 20 degrees Celsius. 20 degrees Celsiusൽ 1 meter ലെങ്ത് ഉള്ള വയറിൻ്റെ റെസിസ്റ്റൻസ് 26 ohm ആണെന്നാണ് പറയുന്നത്. അപ്പോൾ ലെങ്ത് ഓഫ് ദി വയർ L is equal to 1 meter. റെസിസ്റ്റൻസ് R is equal to 26 ohm. ഓക്കെ അല്ലേ? If the diameter of the wire is 0.3 millimeter, ഡയമീറ്റർ 0.3 millimeter ആണ്. അതിന് റേഡിയസ് എന്തായിരിക്കും? ഡയമീറ്ററിൻ്റെ ഹാഫ് അല്ലേ? ഇപ്പോൾ 0.3 ഡിവൈഡ് ബൈ 2, 0.15 മില്ലിമീറ്റർ എന്ന് കിട്ടും. 0.15 മില്ലിമീറ്റർ. ഓക്കെ അല്ലേ? 0.3 ഡിവൈഡ് ബൈ 2. ഇനി നമുക്ക് വേണ്ടത് റെസിസ്റ്റിവിറ്റി അല്ലേ? ഇപ്പം എന്താ റെസിസ്റ്റിവിറ്റി ഇക്വേഷൻ? റെസിസ്റ്റിവിറ്റി റോ ഈസ് ഈക്വൽ ടു RA ഡിവൈഡ് ബൈ L അല്ലേ? റെസിസ്റ്റൻസ് R ഈസ് ഈക്വൽ റോ ഇൻറ്റു L ഡിവൈഡ് ബൈ A ആയിരുന്നു. റോ ഇൻറ്റു L ബൈ A. അപ്പോൾ റോ ഈക്വൽ ടു RA ഡിവൈഡ് ബൈ L എന്ന് കിട്ടും. അതിൽ റെസിസ്റ്റൻസ് അറിയാം, ലെങ്ത് അറിയാം. ഈ A എന്ന് പറഞ്ഞാൽ ക്രോസ് സെക്ഷണൽ ഏരിയ അല്ലേ? അപ്പോൾ എങ്ങനെ ക്രോസ് സെക്ഷണൽ ഏരിയ കണ്ടുപിടിക്കുക? ഇപ്പോൾ ക്രോസ് സെക്ഷണൽ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു വയറാന്ന് വിചാരിക്കുക. കട്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന ഈ ഏരിയയാണ് ക്രോസ് സെക്ഷണൽ ഏരിയ എന്ന് പറയുന്നത് കേട്ടോ. സാധാരണ വയർ സിലിണ്ടറിക്കൽ ഷേപ്പിലല്ലേ ഉണ്ടാവുക, അപ്പോൾ ക്രോസ് സെക്ഷണൽ ഏരിയ സർക്കുലർ ഷേപ്പിലായിരിക്കില്ലേ? അപ്പോൾ ക്രോസ് സെക്ഷണൽ ഏരിയ A ഈസ് ഈക്വൽ ടു സർക്കിൾ ഏരിയ പൈ ആർ സ്ക്വയർ അല്ലേ? പൈ ആർ സ്ക്വയർ. അപ്പോൾ പൈ ഇൻറ്റു 0.15 ദി ഹോൾ സ്ക്വയർ എന്ന് കിട്ടും. ഓക്കെ, ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോകണം. അപ്പോൾ റെസിസ്റ്റിവിറ്റി റോ ഈസ് ഈക്വൽ ടു R ഇൻറ്റു R 26 ആണ് ഇൻറ്റു ഏരിയ പൈ ഇൻറ്റു 0.15 ദി ഹോൾ സ്ക്വയർ ഹോൾ ഡിവൈഡ് ബൈ ലെങ്ത് 1 മീറ്റർ ഈക്വൽ ടു, നമുക്ക് ജസ്റ്റ് ഒന്ന് സോൾവ് ചെയ്ത് നോക്കാൻ വേണമെങ്കിൽ ഓക്കെ, ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഈ സബ്സ്റ്റിറ്റ്യൂഷനകത്ത് മില്ലിമീറ്ററിന് എങ്ങോട്ട് മാറ്റണം? മീറ്ററിലേക്ക് മാറ്റണ്ടേ?
മില്ലിമീറ്റർ മീറ്ററിലേക്ക് മാറ്റണ്ടേ? മാറ്റുന്ന സമയത്ത് ഇവിടെ ആക്ച്വലി ഏരിയ വരുന്നത് അത്രയും മില്ലിമീറ്റർ സ്ക്വയറാണ്. അപ്പോൾ പൈ ഇൻറ്റു 0.15 ദി ഹോൾ സ്ക്വയർ ഇൻറ്റു 10⁻⁻6 മീറ്റർ സ്ക്വയർ എന്ന് വരും കേട്ടോ. മില്ലിമീറ്റർ മീറ്ററിലേക്ക് മാറ്റിയിരിക്കുക കേട്ടോ. മില്ലിമീറ്റർ മീറ്ററിലേക്ക് മാറ്റാൻ 10⁻⁻2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ആ ചേഞ്ച് ഇവിടെയും വരുത്തണ്ടേ? അപ്പോൾ പൈ ഇൻറ്റു 0.15 ദി ഹോൾ സ്ക്വയർ ഇൻറ്റു 10⁻⁻6 1.8369 ഇൻറ്റു 10⁻⁻6 ആയിരുന്നില്ലേ? റൗണ്ട് നിയർലി 1.84 എന്നാക്കാലോ, ഇൻറ്റു 10⁻⁻6 അത്രയും ഓം മീറ്റർ. അപ്പോൾ ഇതാണ് റെസിസ്റ്റിവിറ്റി കിട്ടിയ വാല്യൂ. 1.84 ഇൻറ്റു 10⁻⁻6 ഓം മീറ്റർ എന്ന് കിട്ടും. ഓക്കെ, ഇനി ക്വസ്റ്റൻ അത് പറയുന്നത് എന്താ? അപ്പോൾ റെസിസ്റ്റിവിറ്റി കണ്ടുപിടിക്കാൻ പറഞ്ഞു. നമുക്ക് റെസിസ്റ്റിവിറ്റിയുടെ വാല്യൂ കിട്ടി കേട്ടോ. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്തായിരുന്നു? ആ ഏരിയ എടുത്ത സമയത്ത് ആ റേഡിയസും ഡയമീറ്ററും എല്ലാം മില്ലിമീറ്ററിലാണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഏരിയ മീറ്റർ സ്ക്വയറിൽ കിട്ടണമെങ്കിൽ മില്ലിമീറ്ററിനെ മീറ്ററിലേക്ക് മാറ്റണം. അപ്പോൾ മില്ലിമീറ്ററിനെ മീറ്ററിലേക്ക് മാറ്റാൻ 10⁻³ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ മില്ലിമീറ്റർ സ്ക്വയർ ആകുമ്പോഴോ 10⁻³ സ്ക്വയർ വരും, 10⁻⁻6 വരും. 1.84 ഇൻറ്റു 10⁻⁻6 ഓം മീറ്ററാണ് ഇപ്പോൾ റെസിസ്റ്റിവിറ്റിയുടെ വാല്യൂ. ഇനി ക്വസ്റ്റനകത്ത് ഒരു കാര്യം കൂടെ പറയുന്നുണ്ട് അല്ലേ? യൂസിങ് ദി ടേബിൾ പ്രഡിക്ട് ദി മെറ്റീരിയൽ ഓഫ് ദി വയർ. നമ്മൾ നേരത്തെ കണ്ട ടേബിൾ ഉപയോഗിച്ച് ആ വയറിൻ്റെ മെറ്റീരിയൽ ഏതാണ് പ്രഡിക്റ്റ് ചെയ്യാനാണ് പറയുന്നത്. നോക്കൂ, വാല്യൂ ഓർത്ത് വയ്ക്കുക. 1.84 10⁻⁻6 ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ട ടേബിൾ നോക്കാം. 1.84 ഇൻറ്റു 10⁻⁻6 1.84 ഇൻറ്റു 10⁻⁻6 അതാർക്കാണ് വരുന്നത്? 1.84 10⁻⁻6 ശരിയല്ലേ? ആർക്കാണ് വരുന്നത്? മാംഗനീസ്. അപ്പോൾ മാംഗനീസിനാണ് 1.84 ഇൻറ്റു 10⁻⁻6 എന്നുള്ള വാല്യൂ കിട്ടിയിരിക്കുന്നത്. സോ അവർ ആൻസർ ഈസ് എന്തായിരുന്നു? മാംഗനീസ്. അപ്പോൾ മെറ്റീരിയൽ ഏതാ? മെറ്റീരിയൽ മാംഗനീസ് ആണ് കേട്ടോ. മാംഗനീസ്. ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ 12.6. A wire of given material having a length L and area of cross section A has a resistance of 4 ohm. What would be the resistance of another wire of same material having a length L/2 and area of cross section 2A? ഒരു മെറ്റീരിയലിൻ്റെ ലെങ്ത്ത് എല്ലും ക്രോസ് സെക്ഷനിലെ ഏരിയ എയുമാണ്. അപ്പോൾ റെസിസ്റ്റൻസ് 4 ഓം കിട്ടിയിട്ടുണ്ട്. വാട്ട് വുഡ് ബി ദ റെസിസ്റ്റൻസ് ഓഫ് അനദർ വയർ ഓഫ് സെയിം മെറ്റീരിയൽ ഹാവിംഗ് ലെങ്ത് L/2 ആൻഡ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ 2A? അഗൈൻ വേറൊരു വയർ ഓഫ് സെയിം മെറ്റീരിയൽ, ആ സെയിം മെറ്റീരിയലിൽ വേറൊരു വയർ എടുക്കുന്നു. ആ വയറിൻ്റെ ലെങ്ത്ത് L/2 ക്രോസ് സെക്ഷൻ ഏരിയ 2A ആണ്. അങ്ങനെയാണെങ്കിൽ അയാളുടെ റെസിസ്റ്റൻസ് എന്തായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ രണ്ട് കേസിലും യൂസ് ചെയ്യുന്ന വയറിൻ്റെ മെറ്റീരിയൽ സെയിം അല്ലേ? അപ്പോൾ മെറ്റീരിയൽ സെയിം ആയതുകൊണ്ട് റെസിസ്റ്റിവിറ്റി സെയിം ആയിരിക്കുമല്ലോ, കാരണം രണ്ടും സെയിം മെറ്റീരിയലിൻ്റെ വയറാണ്. അപ്പോൾ റെസിസ്റ്റിവിറ്റി സെയിം. സെയിം ഫോർ ബോത്ത് വയേഴ്സ്. കാരണം രണ്ടും സെയിം മെറ്റീരിയലിൻ്റെ വയറാണ്. ഓക്കെ, റെസിസ്റ്റൻസിൻ്റെ ഇക്വേഷൻ നമുക്ക് എഴുതി നോക്കാം. അപ്പോൾ ആദ്യത്തെ വയറിൻ്റെ കേസിൽ റെസിസ്റ്റൻസിന് R1 എന്ന് എഴുതാം. അപ്പോൾ R1 ഈസ് ഈക്വൽ ടു 4 ഓം ആണ്. ലെങ്ത് L1 ഈസ് ഈക്വൽ L ആണ്. ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ A1 ഈസ് ഈക്വൽ A ആണ്. അത് ക്വസ്റ്റൻ അത് പറയുന്നുണ്ട്. അപ്പോൾ റെസിസ്റ്റൻസിൻ്റെ ഇക്വേഷൻ എന്താ? R ഈസ് ഈക്വൽ ടു റോ L ഡിവൈഡ് ബൈ A എന്നല്ലേ? അപ്പോൾ R1 ഈസ് ഈക്വൽ ടു റോ ഇൻറ്റു L1 ബൈ A1 എന്ന് എഴുതാലോ. റോ ഇൻറ്റു L1 ബൈ A1 എത്ര? R1 4 ഈസ് ഈക്വൽ ടു റോ ഇൻറ്റു L ഡിവൈഡ് ബൈ A. 4 ഈസ് ഈക്വൽ ടു റോ ഇൻറ്റു L ഡിവൈഡ് ബൈ A. L1ൻ്റെ വാല്യൂ Lഉം എഗൈൻ A1ൻ്റെ വാല്യൂ A ആണ്. ഇതാണ് ഫസ്റ്റ് കേസിൽ. ഇനി സെക്കൻഡ് കേസിൽ എന്താ സംഭവിക്കുന്നത്? ഇനി സെക്കൻഡ് കേസ് വന്നപ്പം വാട്ട് വുഡ് ബി ദ റെസിസ്റ്റൻസ് ഓഫ് അനദർ വയർ ഓഫ് സെയിം മെറ്റീരിയൽ ഓഫ് ലെങ്ത് L/2 ആൻഡ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ 2A? ലെങ്ത് L/2 ആയി, ക്രോസ് സെക്ഷൻ ഏരിയ 2A ആയിട്ട് മാറി. അപ്പോൾ പുതിയ കേസിൽ വയറിൻ്റെ ലെങ്ത്ത് മാറി. ആ പുതിയ ലെങ്ത്ത് L1 ആണെങ്കിൽ L1 ഈസ് ഈക്വൽ ടു L ഡിവൈഡ് ബൈ 2 ആണ്. ക്രോസ് സെക്ഷൻ L2 ഈസ് ഈക്വൽ L ഡിവൈഡ് ബൈ 2 ആണ്. ക്രോസ് സെക്ഷനിൽ A2 ഈസ് ഈക്വൽ 2 ടൈംസ് A ആണ്.
അല്ലേ? നേരത്തെ ഉണ്ടായിരുന്ന ലെങ്ത് L ആണ്, അപ്പോൾ അതിൻ്റെ ഹാഫാണ് പുതിയ ലെങ്ത്, അപ്പോൾ L/2. നേരത്തെ ഉണ്ടായിരുന്ന ഏരിയ A ആണ്, അപ്പോൾ അതിൻ്റെ ഏരിയ 2A ആയിട്ട് മാറിയിട്ടുണ്ട്. ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ പുതിയ കേസിൽ റെസിസ്റ്റൻസിന് R2 എന്ന് എഴുതാലോ. R2 = റോ ഇൻറ്റു L2 / A2 റോ ഇൻറ്റു എത്ര L2ൻ്റെ വാല്യൂ L/2 ബൈ A2ൻ്റെ വാല്യൂ 2A = റോ ഇൻറ്റു L / 4A = 1/4 ഇൻറ്റു റോ L / A = 1/4 ഇൻറ്റു എന്താ റോ L/A? റോ L/A എന്ന് പറഞ്ഞാൽ 4 അല്ലേ? അപ്പോൾ 1/4 ഇൻറ്റു 4 വിച്ച് ഈസ് ഈക്വൽ ടു 1 ഓം. അപ്പോൾ റെസിസ്റ്റൻസ് എത്രയായിട്ട് മാറി? 1 ഓം ആയിട്ട് മാറിയിട്ടുണ്ട്. ക്ലിയർ ആണോ? ദ റെസിസ്റ്റൻസ് ഓഫ് ദി ന്യൂ വയർ ഈസ് 1 ഓം. ക്ലിയർ? ഓക്കെ. സോ ആസ്ക് യുവർ സെൽഫ്, കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ, വീട്ടിനകത്തുള്ള ക്വസ്റ്റ്യൻസ് ആണ്. വിൽ കറണ്ട് ഫ്ലോ മോർ ഈസിലി ത്രൂ എ തിക്ക് വയർ ഓർ എ തിൻ വയർ ഓഫ് സെയിം മെറ്റീരിയൽ വെൻ കണക്റ്റഡ് ടു ദി സെയിം സോഴ്സ്? വൈ? Will current flow more easily through a thick wire or a thin wire of the same material when connected to the same source? സെയിം സോഴ്സിലൂടെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു തിക്ക് വയറിലൂടെയാണോ തിൻ വയറിലൂടെയാണോ കൂടുതൽ ഈസി ആയിട്ട് കറണ്ട് ഫ്ലോ ചെയ്യാമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. വിൽ കറണ്ട് ഫ്ലോ മോർ ഈസിലി ത്രൂ എ തിക്ക് വയർ ഓർ എ തിൻ വയർ ഓഫ് ദി സെയിം മെറ്റീരിയൽ വെൻ കണക്റ്റഡ് ടു ദി സെയിം സോഴ്സ്? സെയിം സോഴ്സിലേക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ തിക്ക് വയറിലൂടെയാണോ തിൻ വയറിലൂടെയാണോ കൂടുതൽ കറണ്ട് ഫ്ലോ ചെയ്യുക? ഏതിലൂടെയാണ്? തിക്ക് വയറിലൂടെ അല്ലേ? തിക്ക് വയർ എന്ന് പറഞ്ഞാൽ തിക്നെസ് കൂടിയ വയർ. തിക്നെസ് കൂടിയ വയർ എന്ന് പറഞ്ഞാൽ ക്രോസ് സെക്ഷണൽ ഏരിയ കൂടിയ വയർ. ക്രോസ് സെക്ഷണൽ ഏരിയ കൂടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? റെസിസ്റ്റൻസിൻ്റെ വാല്യൂ കുറയും. റെസിസ്റ്റൻസിൻ്റെ വാല്യൂ കുറഞ്ഞു കഴിഞ്ഞാൽ കറണ്ട് കുറച്ചൊരു സ്മൂത്തായിട്ട് ഫ്ലോ ചെയ്യും. ഓക്കെ. അപ്പോൾ സെയിം വോൾട്ടേജ് സോഴ്സ് ആണ് കേട്ടോ, വി മാറ്റുന്നില്ല. അപ്പോൾ വി മാറുന്നില്ലെങ്കിൽ എന്താ സംഭവിക്കുക? വി മാറുന്നില്ലെങ്കിൽ കറണ്ടിൻ്റെ വാല്യൂ റെസിസ്റ്റൻസിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലല്ലേ? വി കോൺസ്റ്റൻ്റ് ആക്കി വെച്ച് കഴിഞ്ഞാൽ കറണ്ടിൻ്റെ വാല്യൂ റെസിസ്റ്റൻസിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലാണ്. അപ്പോൾ റെസിസ്റ്റൻസ് കുറഞ്ഞ മെറ്റീരിയൽ കറണ്ട് ഫ്ലോ കൂടും, റെസിസ്റ്റൻസ് കൂടിക്കഴിഞ്ഞാൽ കറണ്ട് ഫ്ലോ കുറയും. അപ്പോൾ തിക്നെസ് കൂടിയ വയറും ഒരു തിക്നെസ് കുറഞ്ഞ തിക്ക് വയറും തിൻ വയറും ഉണ്ട്. തിക്നെസ് കൂടിയ വയറിന് ക്രോസ് സെക്ഷണൽ ഏരിയ കൂടുതലാണ്, അപ്പോൾ ആ വയറിൻ്റെ റെസിസ്റ്റൻസ് കുറവായിരിക്കും. റെസിസ്റ്റൻസ് കുറവാകുമ്പോൾ അതിലൂടെ കൂടുതൽ കറണ്ട് ഫ്ലോ ചെയ്യും. ആൻസർ ക്ലിയർ അല്ലേ? ഓക്കെ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ലെറ്റ് ദ റെസിസ്റ്റൻസ് ഓഫ് ആൻ ഇലക്ട്രിക് കമ്പോണൻറ്റ് റിമെയിൻസ് കോൺസ്റ്റൻറ്റ് while the potential difference across the two ends of the compound decreases to half of its former value. What change will occur in the current through it? What change will occur in the current through it? നോക്കൂ, ഇപ്പോൾ എന്താ പറയുന്നത് നോക്കാം. The resistance of an electrical compound remains constant. റെസിസ്റ്റൻസ് കോൺസ്റ്റൻ്റ് ആക്കി വയ്ക്കുക. While the potential difference across the two ends of the component decreases to half of its former value. പൊട്ടൻഷ്യൽ ഡിഫറൻസിൻ്റെ വാല്യൂ മാത്രം ഫോർമർ വാല്യൂവിൻ്റെ ഹാഫ് ആക്കുക. then what change will occur in the current through it? കറണ്ട് എന്താ സംഭവിക്കുക? പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഹാഫ് ആയി കഴിഞ്ഞാൽ കറണ്ട് ഹാഫ് ആവും, റെസിസ്റ്റൻസ് കോൺസ്റ്റൻ്റ് ആണെങ്കിൽ. അതല്ലേ ഓംസ് ലോ പറയുന്നത്, വി പ്രൊപ്പോർഷണൽ ടു ഐ. ശരിയല്ലേ? ആ പ്രൊപ്പോർഷണാലിറ്റി മാറ്റാൻ വേണ്ടി ഒരു കോൺസ്റ്റൻ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ആ കോൺസ്റ്റൻ്റ് ആണ് റെസിസ്റ്റൻസ് ആർ എന്ന് പറയുന്നത്. അപ്പോൾ റെസിസ്റ്റൻസ് കോൺസ്റ്റൻ്റ് ആക്കി വെച്ച് കഴിഞ്ഞാൽ വി പ്രൊപ്പോർഷണൽ ടു ഐ അല്ലേ? അപ്പോൾ വി ഹാഫ് ആയാൽ ആര് ഹാഫ് ആവും? കറണ്ട് ഹാഫ് ആവും. അപ്പോൾ പൊട്ടൻഷ്യൽ ഡിഫറൻസിൻ്റെ വാല്യൂ ഫോർമർ വാല്യൂവിൻ്റെ ഹാഫ് ആയി കഴിഞ്ഞാൽ കറണ്ടിൻ്റെ വാല്യൂ ഫോർമർ വാല്യൂവിൻ്റെ ഹാഫ് ആയിട്ട് മാറും. ഇക്വേഷൻ എഴുതി നോക്കാൻ വേണമെങ്കിൽ വി ഈസ് ഈക്വൽ ടു ഐ ഇൻറ്റു ആർ. ആർ കോൺസ്റ്റൻ്റ് ആണ്. ഇനി പുതിയ കേസിൽ V1 ഈസ് ഈക്വൽ ടു വി ഡിവൈഡ് ബൈ 2 ആണ്. അപ്പോൾ എന്താ സംഭവിക്കുക നോക്കാം. ആ കേസിൽ കറണ്ടിന് I1 എന്ന് എഴുതാം കേട്ടോ, I1. അപ്പോൾ V1 ഈസ് ഈക്വൽ ടു I1 ഇൻറ്റു ആർ. ആർ സെയിം ആണ്. സോ വി ഡിവൈഡ് ബൈ 2 ഈസ് ഈക്വൽ ടു I1 ഇൻറ്റു ആർ. സോ I1 ഈസ് ഈക്വൽ ടു വി ഡിവൈഡ് ബൈ 2R. നേരത്തെ I എന്തായിരുന്നു? I ഈസ് ഈക്വൽ ടു വി ഡിവൈഡ് ബൈ ആർ ആയിരുന്നു. ഇപ്പോൾ ഇവിടുന്ന് ഈക്വൽ ടു 1/2 ഇൻറ്റു വി ബൈ ആർ. വി ബൈ ആർ I അല്ലേ? ഈക്വൽ ടു I ഡിവൈഡഡ് ബൈ 2. കറണ്ട് നേരെ ഹാഫ് ആയിട്ട് മാറി. ഇത്ര ഓർത്ത് വെച്ചാൽ മതി. റെസിസ്റ്റൻസ് കോൺസ്റ്റൻ്റ് ആണ്, അപ്പോൾ വി പ്രൊപ്പോർഷണൽ ടു I ആണ്. അപ്പോൾ വി ഹാഫ് ആകുമ്പോൾ ആരുടെ വാല്യൂ ഹാഫ് ആവും? ഐ ക്യാൻ ഫ്ലോ ചെയ്യുന്ന കറണ്ടിൻ്റെ വാല്യൂ നേരെ ഹാഫ് ആയിട്ട് മാറും. അപ്പോൾ ഹാഫ് ആയിട്ട് മാറി. ഓക്കെ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ കൂടെ. യൂസ് ദി ഡാറ്റ ഇൻ ദി ടേബിൾ ടു ആൻസർ ദി ഫോളോയിങ്. നമ്മൾ നേരത്തെ ടേബിൾ കണ്ടു. ആ ടേബിളിൽ ഡാറ്റ ഉപയോഗിച്ച് ഈ 2 ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാനാണ് പറയുന്നത്. ഫസ്റ്റ് വൺ, വിച്ച് among അയേൺ ആൻഡ് മെർക്കുറി ഈസ് എ ബെറ്റർ കണ്ടക്ടർ? അയേൺ ആണോ മെർക്കുറി ആണോ ബെറ്റർ കണ്ടക്ടർ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതെങ്ങനെ മനസ്സിലാക്കുക? ഒരാൾക്ക് റെസിസ്റ്റിവിറ്റി കുറവാണെങ്കിൽ അയാൾ ബെറ്റർ കണ്ടക്ടറാണ്
അല്ലേ? റെസിസ്റ്റിവിറ്റി കൂടിക്കഴിഞ്ഞാൽ അയാളെ കണ്ടക്റ്റൻസ് കുറേ ചെയ്യാം. അപ്പോൾ ഇതിൽ ആർക്കാ റെസിസ്റ്റിവിറ്റി കുറവെന്ന് നോക്കിയാൽ പോരെ? അപ്പോൾ റെസിസ്റ്റിവിറ്റി കുറഞ്ഞ ആളായിരിക്കും ബെറ്റർ കണ്ടക്ടർ. അപ്പോൾ അയൺ ഉണ്ട്, മെർക്കുറി ഉണ്ട്. ടേബിൾ നോക്കാം. ഓക്കെ, അയൺ ആൻഡ് മെർക്കുറി. ഇപ്പോൾ ടേബിൾ നോക്കിക്കോളൂ. ഇതിനകത്ത് അയൺ, ഇത് അയൺ, ഇവിടെ മെർക്കുറി. അപ്പോൾ അയണിൻ്റെ റെസിസ്റ്റിവിറ്റി നോക്കൂ. അയണിൻ്റെ റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്നത് 10 × 10⁻⁻8 ആണ്. മെർക്കുറിയുടെയോ 94 × 10⁻⁻8 ആണ്. ഇതിലേത് വാല്യൂ കുറവ്? ആ 10 × 10⁻⁸ ചെറിയ വാല്യൂ. അപ്പോൾ റെസിസ്റ്റിവിറ്റി കുറവ് അയൺ ആയതുകൊണ്ട് കണ്ടക്ടിവിറ്റി ആർക്കാ കൂടുതൽ? അയണിനല്ലേ കൂടുതൽ. അപ്പോൾ ആരാ ബെറ്റർ കണ്ടക്ടർ? അയൺ ഈസ് ദി ബെറ്റർ കണ്ടക്ടർ. അപ്പോൾ അയൺ ആണ് അവിടുത്തെ ബെറ്റർ കണ്ടക്ടർ കേട്ടോ. അപ്പോൾ അയൺ ഓക്കെ അല്ലേ? ഇതിനടുത്ത് വിച്ച് മെറ്റീരിയൽ ഈസ് ദി ബെസ്റ്റ് കണ്ടക്ടർ? ഏതാണ് ബെസ്റ്റ് കണ്ടക്ടർ? റെസിസ്റ്റിവിറ്റി ഏറ്റവും കുറഞ്ഞ ആളായിരിക്കില്ലേ ബെസ്റ്റ് കണ്ടക്ടർ? റെസിസ്റ്റിവിറ്റി ഏറ്റവും കുറഞ്ഞ ആളാണ് ബെസ്റ്റ് കണ്ടക്ടർ. ഇതിൽ റെസിസ്റ്റിവിറ്റി ഏറ്റവും കുറവാർക്കാം? റെസിസ്റ്റിവിറ്റിയുടെ ഏറ്റവും കുറവ് സിൽവറിനാണ്. കോപ്പറിനും ഓൾമോസ്റ്റ് സെയിം തന്നെ, ചെറിയ വ്യത്യാസമുള്ളൂ. എന്നാലും ആ തന്ന ഡേറ്റിൽ ഏറ്റവും കുറവ് സിൽവറിനാണ്. അപ്പോൾ സിൽവറിലെ ബെസ്റ്റ് കണ്ടക്ടർ നമ്മൾ നേരത്തെ എഴുതിയിട്ടുണ്ട്. ദ സിൽവർ മെറ്റൽ ഈസ് ദി ബെസ്റ്റ് കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി. അപ്പോൾ ഇവിടെ ആൻസർ എന്താ വരിക? ആൻസർ സിൽവർ എന്ന് വരും. ആൻസർ സിൽവർ. Silver. Which material is the best conductor? Silver is the best conductor because silver has the less resistivity among them. 1.6 × 10⁻⁻8 സംതിങ് വരുന്നുള്ളൂ. ഓക്കെ അല്ലേ? നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് ഓംസ് ലോയും അതുപോലെ തന്നെ റെസിസ്റ്റൻസും റെസിസ്റ്റിവിറ്റി ആയിരുന്നു അല്ലേ? റെസിസ്റ്റൻസും റെസിസ്റ്റിവിറ്റി എല്ലാം ആരെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു. എങ്ങനെ എക്സ്പെരിമെൻ്റ് വെച്ചിട്ട് നമ്മൾ പ്രൂവ് ചെയ്തതാണ്. അതുപോലെ തന്നെ കുറച്ച് ക്വസ്റ്റ്യൻസും ചെയ്തു. പിന്നെ ബാക്കി കാര്യങ്ങൾ നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം കേട്ടോ. ഓക്കെ, താങ്ക് യു.